ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. മാനന്തവാടിയിലുള്ള അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഇത്തരമൊരു പ്രതിഷേധ കൂട്ടായ്മ നാം നടത്തേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് അല്പമൊന്ന് വിശദീകരിക്കാം. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ്, മാതാ അമൃതാനന്ദമയി മഠം എന്നീ പ്രസ്ഥാനങ്ങൾ, അതിന് നേതൃത്വം കൊടുക്കുന്ന ജഗജ്ജനനിയും ജഗദ്ഗുരുവുമായ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി, ഒരു പക്ഷേ ശങ്കരാചാര്യ സ്വാമികൾക്ക് ശേഷം ഏറ്റവും പ്രബലമായ സന്യാസാശ്രമത്തിൻ്റെ അധിപതി, വളരെ ബൃഹത്തായ സേവന പ്രവർത്തനങ്ങളുടെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന നായകി, ഇങ്ങനെയുള്ള പലവിധ വിശേഷണങ്ങൾക്കും അർഹയായിരിക്കുന്ന നമ്മുടെ അമ്മയുടെ ആശ്രമത്തിൽ വരുന്ന ആളുകളോട്, അല്ലെങ്കിൽ അമ്മയെ ദർശിക്കാൻ വരുന്ന ഭക്തജനങ്ങളോട്, അല്ലെങ്കിൽ മക്കളോട് ജാതിയോ മതമോ രാഷ്ട്രീയമോ സാമ്പത്തികമായ കാര്യങ്ങളോ ഒന്നും തന്നെ ചോദിച്ച് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാറില്ല. മാത്രവുമല്ല, ആശ്രമം ഒരു അനൗപചാരികമായ ഭക്തജന കൂട്ടായ്മയാണ്. ഈ അനൗപചാരികമായ ഭക്തജന കൂട്ടായ്മയിൽ വരുന്ന പലർക്കും പല താല്പര്യങ്ങളുണ്ടായിരിക്കാം. ചിലർ മഠത്തിനുണ്ടായ അഭൂതപൂർവമായ വളർച്ച കണ്ടിട്ട് അത്ഭുതം കൂറി വരുന്നവരുണ്ടാവാം. ചിലർ മഠത്തെ അകത്തുനിന്ന് പഠിച്ച ശേഷം ചതിക്കാനായി വരുന്നവരുണ്ടാവാം. അപ്പോൾ ഒരു മഠത്തിലേക്ക് കയറി വരുന്ന പല പല ആളുകൾ, അവരുടെ പല പല സ്വഭാവങ്ങൾ, ഇവയെല്ലാം അമ്മ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അകത്തേക്ക് എടുക്കുന്നത്. എന്തിനാണ്? ഈ പല പല ആളുകളെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അവരുടെ സ്വഭാവ വൈജാത്യങ്ങളെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമ്മ ഏവരെയും സ്വീകരിക്കുന്നത്. അവരിൽ ചതിയന്മാരുണ്ട് എന്നറിയാഞ്ഞിട്ടല്ല. പിന്നെ എന്തിനാണ് അമ്മ ഇവരെ സ്വീകരിക്കുന്നത്? അമ്മ എപ്പോഴും പറയും, മക്കളെ, ഒരു ഹോസ്പിറ്റൽ കെട്ടിയിട്ട്, ഒരു ആശുപത്രി കെട്ടിയിട്ട് രോഗികൾ ഇവിടെ വരേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം അപഹാസ്യമായിരിക്കും. പല വിധത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളും മാനസിക പ്രശ്നങ്ങളും സാമ്പത്തിക പരാധീനതകളും എല്ലാമുള്ള ആളുകളാണ് ആശ്രമത്തിന് ചുറ്റും ആശ്രമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ ഉദ്ദേശം അവരെ സ്വീകരിച്ച ശേഷം അവരുടെ വൈകല്യങ്ങളെ തൻ്റെ മാതൃക കാണിച്ചുകൊണ്ട്, തൻ്റെ ജീവിതത്തിൻ്റെ മാതൃക ഓരോ നിമിഷവും കാണിച്ചുകൊണ്ട് വളരെ മെല്ലെ മെല്ലെ എങ്കിലും പടിപടിയായി ഉയർത്തി അവരുടെ സ്വഭാവത്തെ സത്വശുദ്ധിയിലേക്ക്, ചിത്തശുദ്ധിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഒരു ആശ്രമത്തിൻ്റെ ലക്ഷ്യം. അമ്മയുടെ ആശ്രമം ഒരു ഡിവൈൻ ധ്യാന കേന്ദ്രമല്ല. ഒരു ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ മാത്രമേ പെട്ടെന്ന് കർത്താവ് നേരിട്ട് ഇറങ്ങി വന്ന് ഹൃദയത്തിനുള്ളിലെ ബ്ലോക്ക് നീക്കി കൊടുക്കുകയുള്ളൂ. ലോകത്തൊരു ഹോസ്പിറ്റലിലും എൻ്റെ അറിവിൽ അത് ചെയ്തു കൊടുക്കാറില്ല. ശങ്കരാചാര്യ സ്വാമികളാവട്ടെ, സ്വാമി വിവേകാനന്ദനാവട്ടെ, ശ്രീരാമകൃഷ്ണ പരമഹംസരാവട്ടെ, ശാരദാദേവി ആവട്ടെ, ഭാരതത്തിലെ ഏതെങ്കിലും ഒരു ഗുരുനാഥൻ, അല്ലെങ്കിൽ ലോകോത്തരമായ പ്രവാചകനായ മുഹമ്മദ് നബിയോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവോ ആരും തന്നെ ഇത്രയും പെട്ടെന്ന് ആർക്കും രോഗം മാറ്റി കൊടുത്തിട്ടില്ല. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ അതൊക്കെ നടക്കാറുണ്ട്. അമ്മയുടെ ആശ്രമം ഒരു ഡിവൈൻ ധ്യാന കേന്ദ്രമല്ല. എന്നാൽ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രം എന്ന് പറയുന്ന ചാലക്കുടിയിലുള്ള ക്രിസ്തീയ സംഘടനയുടെ പേരിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഉയർന്നു വന്നിട്ടുള്ള വളരെ വലിയ ഗുരുതരമായ ആരോപണങ്ങളെ പറ്റിയൊന്നും ഒരു ചാനലുകാരനും ചർച്ച ചെയ്തിട്ടില്ല. വളരെ വ്യക്തമായി പറഞ്ഞാൽ 900 മരണങ്ങളാണ് നമ്മുടെ ഹൈക്കോടതി നിരീക്ഷിച്ചത്. ആ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി എത്തിയ 900 പേരെ ആണ് ദുരൂഹമായ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ടതായി കണ്ടെത്തിയത്. ഇതിനെപ്പറ്റി യാതൊരു അന്വേഷണവും ഇല്ലാതിരുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടുകയും അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഡിവൈൻ ധ്യാന കേന്ദ്രം റെയ്ഡ് ചെയ്യുകയും, റെയ്ഡ് ചെയ്തിട്ട് യേശുക്രിസ്തു അല്ല രോഗം മാറ്റുന്നത് എന്ന് കണ്ടെത്തുകയും ചെയ്തത്. ഒന്നുകൂടി പറയട്ടെ, ഡിവൈൻ ധ്യാന കേന്ദ്രം റെയ്ഡ് ചെയ്ത ശേഷം യേശുക്രിസ്തു അല്ല രോഗം മാറ്റുന്നത്, മറിച്ച് വയാഗ്രയും ട്രാങ്കുലൈസേഴ്സും സൈക്കിയാട്രിക് മെഡിസിനുമാണ് രോഗം മാറ്റുന്നതെന്ന് കണ്ടെത്തിയത്. മുറികളിൽ
കാട്ടൺ കണക്കിന് അനധികൃതമായി ഡ്രഗുകൾ, മരുന്നുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഏതെങ്കിലും പ്രശ്നക്കാരനായ ഒരു ചിത്തരോഗി ഉണ്ടെങ്കിൽ അവനെ അമിതമായി ഡോസ് കൊടുത്ത് കൊല്ലുകയാണ്. കൊന്ന ശേഷം തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിലേക്ക് തള്ളുകയാണ്. ഇങ്ങനെ 900 മരണങ്ങൾ നടന്നിട്ടുള്ള ചാലക്കുടിയിലുള്ള ഡിവൈൻ ധ്യാന കേന്ദ്രം പരമ പവിത്രവും വിശുദ്ധവുമായ സേവന പ്രവർത്തനം നടത്തുന്ന കേന്ദ്രമാണെന്ന് കണ്ടെത്തിയ പാർട്ടി സെക്രട്ടറിക്കും അതിന്റെ ചാനലിനും മാതാ അമൃതാനന്ദമയ മഠം എപ്പോഴും ഒരു തൊട്ടുകൂടായ്മയുള്ള പ്രസ്ഥാനം മാത്രമാണ്. നാം മനസ്സിലാക്കേണ്ടത്, നാം ജീവിച്ചിരിക്കുന്ന കേരളത്തിൽ ചില മതങ്ങളോട് ഒരു സമീപനം, മറ്റു ചില മതങ്ങളോടും ധർമ്മസ്ഥാപനങ്ങളോടും മറ്റൊരു സമീപനം എന്ന രീതിയിലാണ് ഇവിടെ സ്ഥിതിഗതികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എത്രത്തോളം അശാസ്യമാണെന്ന് നാം ഭക്തജനങ്ങളും ഇവിടെ ചുറ്റും കേട്ടു നിൽക്കുന്ന വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അംഗങ്ങളും മനസ്സിലാക്കണം. മാതാ അമൃതാനന്ദമയ മഠം പ്രവർത്തിക്കുന്നത് 100% ത്യാഗികളായ, വീട് വിട്ട് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, പള്ളിയിലച്ചന്മാരുടെ പേരൊക്കെ എന്താ ഇങ്ങനെയെന്ന്. ഫാദർ കൂട്ടത്തിൽ ചവിട്ടി, അല്ലെങ്കിൽ ഫാദർ ചക്കും കടവിൽ എന്നൊക്കെ. എങ്ങനെയാണ് ഒരു സന്യാസ ജീവിതം നയിക്കുന്ന ആൾക്ക് കുടുംബ പേര് കൂടെ ഉണ്ടാവും? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പരിചയമുള്ള ഒരു അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത്, ഞങ്ങൾ കുടുംബം പൂർണ്ണമായും വിടാറില്ല. 4 മണി വരെ വിശുദ്ധവസ്ത്രം ധരിക്കേണ്ടതുള്ളൂ, അത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെയാ. അങ്ങനെയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് വിട്ടുവരാതെ സഭയിൽ നിന്ന് കിട്ടുന്ന പൈസ പോലും വീട്ടിൽ കൊടുക്കുന്ന ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മിഷണറി സന്യാസിമാരെന്ന പേരിൽ അറിയപ്പെടുന്ന ഫാദർമാരുള്ള നാട്ടിലാണ് നാം ജീവിക്കുന്നത്. അവരെ പറ്റിയൊന്നും യാതൊരു അന്വേഷണവുമില്ല. രാത്രി 6:30 മുതൽ രാത്രി 1 മണി നേരം ഇരട്ടി വെളുക്കുന്നത് വരെയൊക്കെ ചർച്ചയൊന്നും നടക്കാറില്ല. ഇപ്പൊ പറയുന്നത്, നമ്മുടെ ആശ്രമത്തിൽ, അമ്മയുടെ ആശ്രമത്തിലെ സന്യാസിമാരൊന്നും സ്വന്തം കുടുംബത്തിലേക്ക് ഒരു കൈ ബന്ധം വെച്ചുകൊണ്ട് ആശ്രമത്തിലെ പണം കുടുംബത്തിലേക്ക് കടത്തുന്നവരല്ല. ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാവുന്നതാണ്. ഇവിടെ വികാരപരമായി നിങ്ങളുടെ വികാരം ഇളക്കി വിട്ടുകൊണ്ട് ഒരു വർഗീയ ലഹള ഉണ്ടാക്കാൻ ശ്രമിക്കുകയല്ല, മറിച്ച് നടക്കുന്ന സംഗതികളുടെ യാഥാർത്ഥ്യം, യഥാർത്ഥത മനസ്സിലാക്കാനുള്ള അവകാശം, റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരാവകാശം ഓരോ പൗരനും ഉള്ളത് കൊണ്ടാണ് ഇത്തരം പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നത്. കാരണം നാട് മുഴുവൻ വീഡിയോഗ്രാഫ് ചെയ്തുകൊണ്ട് ചാനലുകൾ സംഘടിപ്പിക്കുന്ന ചർച്ചകളിൽ പലപ്പോഴും നിശബ്ദരാക്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന്റെ പേരാണ് ഹിന്ദു എന്നത്. ഹിന്ദു സംസ്കാരത്തിന് വേണ്ടി സംസാരിച്ചാൽ, അല്ലെങ്കിൽ അമ്മയുടെ ആശ്രമത്തെ ന്യായീകരിച്ചു പറഞ്ഞാൽ അത് മ്യൂട്ട് ചെയ്യപ്പെടുന്ന, ചാനലുകളിൽ നിശബ്ദമാക്കപ്പെടുന്ന ഒരു പ്രവണത ഉള്ളത് കൊണ്ടാണ് ഇത്തരം പ്രതിഷേധ കൂട്ടായ്മകളിലൂടെ പൊതുജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങിക്കൊണ്ട് നാം നമ്മുടെ കാര്യങ്ങൾ പറയാൻ നിർബന്ധിതരാകുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ സംഗതി, നാം അമ്മയുടെ ആശ്രമം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെയല്ല. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്ന ജനങ്ങൾ, പൊതുജനങ്ങൾ ഓരോ ദിവസവും സന്ദർശിക്കുന്ന ഒരു മഠമാണ് അമ്മയുടേത്. ഓരോ ദിവസവും അമ്മ പറയാറുണ്ട്, ഞാൻ ഇവിടെ ദർശനത്തിന് കൊടുക്കുന്ന ടോക്കണുകളിൽ 1 രൂപയ്ക്കെങ്കിലും ആ ടോക്കൺ കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് എനിക്ക് 50,000 രൂപ ഉണ്ടാക്കാം. ഒരു ദിവസം 50,000 പേരെയെങ്കിലും നേരിട്ട് കാണുന്ന, അവരുടെ പ്രശ്നങ്ങളും വേദനകളും സ്വന്തം ചെവിയിൽ കേൾക്കുന്ന, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തിത്വമാണ് മാതാ അമൃതാനന്ദമയി ദേവിയുടെ. ഇത് വികാരപരമായി നിങ്ങൾ കൈകൊട്ടിക്കൊണ്ട് ആഘോഷിക്കേണ്ടതല്ല. നാം ചിന്തിക്കണം, എന്തുകൊണ്ട് അമ്മ നിരന്തരം ആക്രമിക്കപ്പെടുന്നു? എന്തുകൊണ്ട് മാതാ അമൃതാനന്ദമയി മഠത്തെ പറ്റി മാത്രം നിരന്തരമായ ഒരു കൂരുരുൾ സൃഷ്ടിച്ചുകൊണ്ട് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നു? എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അടിക്കടി കൃത്യസമയത്തിന് പുട്ടിന് തേങ്ങയിടുന്നത് മാതിരി കൊണ്ടുവരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇത് കൈയടിച്ച് തൽക്കാലത്തേക്ക് ഒരു വികാരം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല പറയുന്നത്. ഇത് ചിന്തിച്ചുകൊണ്ട് ഈ രാഷ്ട്രം എങ്ങോട്ടാണ്, ഇവിടെ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ സ്വന്തം ധർമ്മം മടക്കുന്നുണ്ടോ എന്ന് നാം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇതേപ്പറ്റി പ്രതികരിക്കാവൂ. കാരണം എനിക്ക് കഴിഞ്ഞ പ്രസംഗത്തിൽ, കഴിഞ്ഞ കോഴിക്കോട് നടന്ന പരിപാടിയിൽ ജോൺ ബ്രിട്ടാസിനെ ഞാൻ മാന്യൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇപ്പോഴും ആ വിശേഷണത്തിൽ വ്യക്തിപരമായി ഉറച്ചു നിൽക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം നമുക്ക് വലിയൊരു ഉപകാരം ചെയ്തിരിക്കുകയാണ്. പീപ്പിൾ ടിവിയിലൂടെ ഗെയിൽ ട്രെഡ്വെൽ എന്ന സ്ത്രീയോട് അദ്ദേഹം നടത്തിയ ഇന്റർവ്യൂ കണ്ട ഓരോരുത്തർക്കും മനസ്സിലാവും, അവരാരെയൊക്കെയോ ഭയക്കുന്നു. ഇപ്പോഴും അവരാരുടെയൊക്കെയോ കൈകളിലെ ചട്ടുകമാണ്. പറഞ്ഞതിൽ എത്രയെത്ര വൈരുദ്ധ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ബ്രിട്ടാസ് ചോദിക്കുകയാണ്, നിങ്ങൾ ആശ്രമത്തിൽ ജീവിച്ചിരുന്ന ആദ്യ കാലഘട്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഉടനെ ഗെയിൽ ട്രെഡ്വെൽ പറയുകയാണ്, എനിക്ക് വളരെ തൃപ്തിയും ഹൃദയത്തിൽ സന്തോഷവും തോന്നുന്നു. ആദ്യകാലങ്ങളിൽ ഞങ്ങൾ ആനന്ദ ലഹരിയിലായിരുന്നു. അപ്പോൾ ബ്രിട്ടാസ് തിരിച്ചു ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, ആദ്യത്തെ 3 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുവെന്ന്. അപ്പോൾ പീഡനം വളരെ തൃപ്തികരമായും ആനന്ദകരമായും തോന്നിയ ഒരു സ്ത്രീ ആയിരുന്നോ ഗെയിൽ ട്രെഡ്വെൽ എന്ന് ഞാൻ അങ്ങോട്ട് തിരിച്ച് ചോദിക്കുകയാണ്.
നമ്മളെല്ലാ ഭക്തന്മാരും ചോദിക്കുകയാണ്. അതുമാത്രവുമല്ല, അവരുടെ ഇന്റർവ്യൂവിൽ ആദ്യം ചോദിച്ചു, നിങ്ങൾ റേപ്പ് ചെയ്യപ്പെട്ടുവോ? അവർ ചിരിച്ചുകൊണ്ട് പറയണം, അതെ അതെ, ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടു. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും നമ്മുടെ നാട്ടിലെ കുഞ്ഞാലിക്കുട്ടി പീഡിപ്പിച്ച റെജീന പോലും ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇത്തരത്തിൽ ഇത്ര അധമയായ ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്വന്തം ഗുരുവിനെ പറ്റി ഏറ്റവും മ്ലേച്ഛമായ ഒരു ആരോപണം കെട്ടിച്ചമച്ച് തൊടുത്തയക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീ ഒറ്റയ്ക്കായിരിക്കില്ല അത് ചെയ്തിരിക്കുക. അതിനെന്താണ് തെളിവ്? ഗെയിൽ ട്രെഡ്വിനോട് ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്ന സമയത്ത് ബ്രിട്ടാസ് ചോദിച്ചു, കേരള പോലീസ് നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് കോടതിയിൽ തെളിവ് നൽകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഉടനെ അവർ പറഞ്ഞു, എനിക്ക് ചിലരുമായി കൂടി ആലോചിക്കാൻ സമയം വേണമെന്ന്. ആ ചിലരാരൊക്കെയാണ്? നിങ്ങൾ കൂടിയാലോചിക്കുന്ന ആ ചിലരാരൊക്കെയാണ്? ഞാൻ പറയട്ടെ, അവർ ഏതെങ്കിലും ക്രിസ്തീയ സഭയുമായി ബന്ധപ്പെട്ടവരാണോ? അല്ലെങ്കിൽ അത് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുമായി ബന്ധപ്പെട്ടവരാണോ? അതോ ലോകമെമ്പാടും ഭീകരതയുടെ നിഴലിൽ നിർത്തുന്ന ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള നാലാംകിട പ്രസ്ഥാനങ്ങളുടെ തണലിലാണോ നിങ്ങൾ വളരുന്നത് എന്ന് ചോദിക്കാൻ ഓരോ അമ്മയുടെ ഭക്തനും അവകാശമുണ്ട്. ആ അവകാശം സാധാരണ പൗരന്റെ അവകാശമാണ്. അത് ഞങ്ങളിൽ നിന്ന് എടുത്തു കളയാൻ ഒരു ചാനലിനും സാധിക്കുകയില്ല. കഴിഞ്ഞ എൻ്റെ പ്രസംഗങ്ങളെ പോലെ അത്ര വികാരപരമല്ല ഈ പ്രസംഗം. കാരണം ഞാൻ അമ്മയുടെ അടുത്ത് പോയപ്പോൾ അമ്മ പറഞ്ഞത്, മോനെ, ഓരോ പ്രശ്നങ്ങളോടും നാം പ്രതികരിക്കുന്ന രീതി വളരെ ശ്രദ്ധിച്ചുകൊണ്ടും നാം പറയുന്ന ഓരോ വാക്കിലും ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണമെന്ന് അമ്മ പറഞ്ഞത്. കാരണം അമ്മയെ ഈ പ്രശ്നം ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ വരെ അമ്മ രാവിലെ 10 മണിക്ക് ഇരുന്ന അമ്മ രാത്രി 12 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. അത്രയും അധികം സമയം ആളുകളോടൊത്ത് ചെലവഴിക്കുകയാണ്. അവരുടെ ദുഃഖങ്ങൾ സ്വന്തം കാതിൽ കേൾക്കുകയാണ്. അമ്മയെ ഗെയിൽ ട്രെഡ്വെൽ പറഞ്ഞ ഈ ആരോപണങ്ങൾ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. ഇപ്പൊ TV ചാനലിൽ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് പലപ്പോഴും ചില ആളുകൾ പെട്ടെന്ന് പൊന്തി വരാറുണ്ട്. അവരുടെ ലക്ഷ്യം നമുക്കറിയാം. ഒരാൾ പെട്ടിയിലായി, അത് സുകുമാർ അഴീക്കോടാണ്. ഇടയ്ക്കിടയ്ക്ക് അമ്മയൊന്ന് കല്ലെടുത്തെറിഞ്ഞിട്ട് ഫേമസ് ആവുന്നൊരു പരിപാടി മൂപ്പർക്കുണ്ടായിരുന്നു. മൂപ്പര് മരിച്ചും പോയി. ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു മഹാജ്ഞാനിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് സ്വാമി സന്ദീപാനന്ദ ഗിരി. ഞാൻ ഈ വിഷയത്തെ വികാരപരമായി സമീപിക്കാതെ ഇതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ, ഇത് അറിഞ്ഞുകൂടാത്ത ഹിന്ദുക്കളുടെ മുമ്പിൽ ഇതിൻ്റെ ശാസ്ത്രീയമായ ചില വശങ്ങൾ വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് സന്ദീപാനന്ദഗിരിയുടെ മുഖ്യമായ ആരോപണം? സന്ദീപാനന്ദഗിരി ആരോപിക്കുന്നത് ഇത് ഒരു സന്യാസ ആശ്രമമേ അല്ല, കേരളത്തിൽ ഒരൊറ്റ സന്യാസിയേ ഉള്ളൂ, അത് ഞാനാണെന്നാണ് സന്ദീപാനന്ദഗിരി പറയുന്നത്. നമുക്കറിയാം, അമ്മയുടെ ആശ്രമം വരുന്നത് ശൃംഗേരി മഠത്തിൻ്റെ സമ്പ്രദായത്തിൽ നമ്മുടെ ദക്ഷിണ ഭാരതത്തിലുള്ള ആളുകൾക്ക് സന്യാസം എടുക്കാൻ വേണ്ടിയാണ് ശൃംഗേരി മഠം ശങ്കരാചാര്യ സ്വാമികൾ സ്ഥാപിച്ചത്. ആ ശൃംഗേരി മഠത്തിന് കീഴിൽ വരുന്ന ബ്രഹ്മചാരികൾക്ക് ചൈതന്യ എന്ന നാമം ഒരു പീതവസ്ത്രവും മഞ്ഞ വസ്ത്രവും കൊടുക്കും. അപ്പോൾ ഈ സന്ദീപാനന്ദഗിരി മുമ്പ് എന്തായിരുന്നു? സന്ദീപ് ചൈതന്യ അല്ലേ? ഈ സന്ദീപ് ചൈതന്യ എവിടെയായിരുന്നു? മഹാനായ സ്വാമി ചിന്മയാനന്ദന്റെ ആശ്രമത്തിലായിരുന്നു, ചിന്മയ മിഷനിലായിരുന്നു. അവിടെ നിന്ന് ഏതാനും കാലം പ്രസംഗിച്ച് നടന്നപ്പോൾ കിട്ടുന്ന ദക്ഷിണയൊക്കെ സ്വന്തമായിട്ട് പുട്ടടിക്കാൻ തുടങ്ങിയപ്പോൾ ആ മഠത്തിന്റെ ഇന്റർനാഷണൽ ഹെഡായ സ്വാമി തേജോമയാനന്ദ പറഞ്ഞു, സന്ദീപ് ചൈതന്യെ താങ്കൾക്ക് സ്വകാര്യ സ്വത്ത് സമ്പാദിക്കലാണ് താല്പര്യമെങ്കിൽ, താങ്കൾ സന്യാസാശ്രമത്തിന് വിരുദ്ധമായി സ്വകാര്യ സ്വത്ത് വമ്പിച്ച രീതി കൂട്ടാനാണ് താല്പര്യമെങ്കിൽ, താങ്കൾ ദയവ് ചെയ്ത് പുറത്തേക്ക് പോയിക്കൊള്ളൂ. എന്നിട്ട് സ്വാമി തേജോമയാനന്ദോട് പറയാതെ ദൈക്യരാമാനം ആശ്രമം കടന്നു പോവുകയും ഗൾഫിലുള്ള ഏതാനും മുതലാളിമാരുടെ തണലിൽ കഴിയുകയും വർഷങ്ങളോളം ആ തരത്തിൽ സുഖിച്ച് ജീവിക്കുകയും ചെയ്ത് സമ്പാദിച്ച ശേഷം ഭാരതത്തിൽ വന്ന് അമ്മയുടെ മഠത്തിൽ കയറാൻ നോക്കി, അമ്മ സമ്മതിച്ചില്ല. ചിന്മയ മിഷനിൽ തിരിച്ചു കയറാൻ നോക്കി, അവർ ഒട്ടും സമ്മതിച്ചില്ല. രാമകൃഷ്ണ മഠം തീരെ സമ്മതിച്ചില്ല. കാരണം ഇയാളുടെ സ്വഭാവം എല്ലാവർക്കും അറിയുന്നത് കൊണ്ട്. സന്ദീപാനന്ദഗിരിക്ക് ഇപ്പോൾ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ പോയിരിക്കാൻ പറ്റൂ, പീപ്പിൾ ടിവിയുടെ ആ സ്റ്റുഡിയോയിൽ മാത്രമാണ്. വേറെ എവിടെ ആൾ അടുപ്പിക്കാറില്ല, ക്ഷേത്രങ്ങളിൽ പോലും അടുപ്പിക്കാറില്ല. അപ്പോൾ പിന്നെ ഒറ്റ വഴിയുള്ളൂ. അപ്പോൾ സന്ദീപ് ചൈതന്യ സന്യാസമെടുത്തപ്പോൾ പേരെന്തായി? സാധാരണഗതിയിൽ ശൃംഗേരി മഠത്തിന് കീഴിൽ സന്യാസമെടുത്തു കഴിഞ്ഞാൽ, ചൈതന്യ എന്ന നാമം മാറിക്കഴിഞ്ഞാൽ, സന്യാസിയായി കഴിഞ്ഞാൽ പേരിനോടൊപ്പം പുരി, ഭാരതി, സരസ്വതി എന്ന് മാത്രമേ വരൂ. പുരി അല്ലെങ്കിൽ ഭാരതി അല്ലെങ്കിൽ സരസ്വതി. ഈ സന്ദീപ് ചൈതന്യ മാത്രം എങ്ങനെയാണ് സന്ദീപാനന്ദ ഗിരിയായത്? അതൊരു വലിയ കഥയാണ്. അതെന്താണ്? സന്യാസ പാരമ്പര്യത്തെ വഞ്ചിച്ചുകൊണ്ട് മഹാനായ സ്വാമി ചിന്മയാനന്ദന്റെ മഠത്തെ വഞ്ചിച്ചുകൊണ്ട് പണവും കൊണ്ട് പുറത്തേക്ക് കടന്ന ഒരു വ്യക്തിയാണ് സന്ദീപാനന്ദ ഗിരി എന്നറിയപ്പെടുന്നയാൾ.
അയാൾ മറ്റൊരു മഠത്തിൽ പോയി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, മഹാനായ കാശികാനന്ദഗിരിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സന്യാസം മേടിച്ചയാളാണ്. സന്യാസം വാങ്ങിക്കഴിഞ്ഞാൽ ആശ്രമത്തിൽ തങ്ങുക എന്നുള്ളതാണ് പതിവ്. അന്നേ ദിവസം സ്വാമി സന്ദീപാനന്ദഗിരി താങ്കൾ എവിടെയാണ് തങ്ങിയത്? സന്ദീപാനന്ദഗിരി സന്യാസം സ്വീകരിച്ച ദിവസം ആശ്രമത്തിൽ തങ്ങാതെ, കാശികാനന്ദഗിരിയുടെ ആശ്രമത്തിൽ തങ്ങാതെ താങ്കൾ എവിടെയാണ് തങ്ങിയത്? ഡൽഹിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ ഒരു യുവതിക്കൊപ്പം താങ്കൾ തങ്ങിയോ ഇല്ലയോ എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഇത് വരും കാലങ്ങളിൽ വലിയൊരു കോളിളക്കം സൃഷ്ടിക്കും. കാരണം സന്യാസി നാമത്തിൽ ഹിന്ദുക്കളുടെ നായകനെന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ടോർപിഡോ ആണ് ഈ സന്ദീപാനന്ദഗിരി. അത് മറക്കരുത്. ആരുടെയൊക്കെയോ കയ്യിലെ ചട്ടുകമാണ് സന്ദീപാനന്ദഗിരി. ഗെയിൽ ട്രെഡ്വെൽ ഇന്ന് എങ്ങനെയാണോ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ആശ്രമത്തെ വഞ്ചിച്ചുകൊണ്ട് പുറത്തു കടന്നത്, എങ്ങനെയാണോ ഗെയിൽ ട്രെഡ്വെൽ ആശ്രമം വിട്ട് കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞിട്ട് ആശ്രമത്തിനെതിരെ ഏറ്റവും മ്ലേച്ഛമായ ഒരു ആരോപണം വന്നിരിക്കുന്നത്, അതുപോലെ തന്നെ മഹാനായ ചിന്മയാനന്ദ സ്വാമികളെ വഞ്ചിച്ച് പുറത്തു കടക്കുകയും യുവതികളോടൊപ്പം ലൈംഗിക ക്രീഡയിൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ രമിക്കുകയും ചെയ്യുന്ന താൻ എന്നാണ് സന്യാസിയായതെന്ന് തന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ഓരോ അമ്മയുടെ ഭക്തനും ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് സന്ദീപാനന്ദഗിരി, താങ്കൾ ടെലിവിഷൻ ചാനലിൽ ഇരുന്നിട്ട് മറ്റുള്ളവരുടെ സദാചാര കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ താങ്കൾ ചെയ്ത കാര്യങ്ങൾ തെളിവായി ഞങ്ങളുടെ പക്കലുണ്ട് എന്നത് മറക്കരുത്. അത് എന്നാണ് കത്തിക്കേണ്ടത്, എപ്പോഴാണ് കത്തിക്കേണ്ടത് വ്യക്തമായി ബോധ്യമുള്ളവരാണ് ഞങ്ങൾ. അതിനുവേണ്ടി വരും കാല കേരളം കാത്തിരിക്കേണ്ടി വരുമെന്ന് മാത്രം. സന്ദീപാനന്ദഗിരിക്ക് അറിയാമോ? സന്ദീപാനന്ദഗിരിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രാണപ്രേയസി ഉഷാ നായർ. ആരാണ് ഈ ഉഷാ നായർ? സന്ദീപാനന്ദഗിരി മറുപടി പറയണം. അല്ലെങ്കിൽ സന്ദീപാനന്ദഗിരി അംഗീകരിക്കുന്ന, കാലു പിടിച്ചുകൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരാണ് ഈ ഉഷാ നായർ എന്ന് സന്ദീപ് ചൈതന്യയോട്, ഇപ്പോഴത്തെ സന്ദീപാനന്ദഗിരിയോട് സ്വയം ചോദിച്ചു മനസ്സിലാക്കിക്കൊള്ളണം. പീപ്പിൾ ടി വിക്കാര ശരത്ചന്ദ്രൻ എന്നൊരു മാധ്യമ പ്രവർത്തകൻ, ഞാൻ ഏറ്റവും വെറുക്കുന്ന മാധ്യമ പ്രവർത്തകൻ ഒരു പക്ഷെ പീപ്പിൾ ചാനലിലെ ശരത്ചന്ദ്രനായിരിക്കും. കാരണം ശരത്ചന്ദ്രൻ അന്ന് ചാനലിൽ ചർച്ച നടത്തുമ്പോൾ പറയുകയാണ്, അവിടെ യുക്തിവാദി സംഘത്തെ പ്രതിനിധീകരിച്ചു വന്ന പ്രൊഫസർ രവിചന്ദ്രനോട് ചോദിക്കുകയാണ്, ഇവിടുത്തെ ലൈംഗികാരോപണ അതിനെപ്പറ്റി താങ്കൾക്ക് എന്താ പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞു, ലൈംഗികാരോപണത്തെ പറ്റി എനിക്കൊന്നും പറയാനില്ല, എനിക്ക് വേറെ ചില കാര്യങ്ങളാണ് പറയാനുള്ളത്. ഉടനെ ശരത്ചന്ദ്രൻ പറയും, അതെന്താണ്, കഷ്ടമാണ്, താങ്കൾ എന്തുകൊണ്ട് ലൈംഗികതയെ പറ്റി പറയുന്നില്ല? ഞാൻ ചോദിക്കുകയാണ്, പീപ്പിൾ ചാനലിനെ പറ്റിയിട്ടും, അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞിരുന്നു മഹാനായ സഖാവ് പി ഗോവിന്ദപിള്ള മുമ്പേ പറഞ്ഞിരുന്നു, ഇതിന് പീപ്പിൾ എന്ന പേരിട്ടത് ശരിയല്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് ജനം എന്നിട്ടുകൂടാ? നിങ്ങൾ എന്തിനാ സായിപ്പിന്റെ പേരിട്ടിരിക്കുന്നത്? ഇപ്പൊ മനസ്സിലായി, സായിപ്പ് വിളിച്ചു പറഞ്ഞ തെറി രാത്രിക്ക് രാത്രി ആഘോഷിക്കാൻ വേണ്ടിയാണ് നീയൊക്കെ പീപ്പിൾ എന്ന ഇംഗ്ലീഷ് പേരിട്ടിരിക്കുന്നത്. അന്ന് പി ഗോവിന്ദപിള്ള പറഞ്ഞത് ശരിയാണ്. അപ്പൊ സന്ദീപ് ചൈതന്യയെ, സന്ദീപാനന്ദഗിരിയെ കൊടയ്ക്ക് കീഴിൽ കൊണ്ടു നടക്കുന്നവർ ശ്രദ്ധിക്കുക. ലൈംഗിക ചുവയുള്ള വാർത്തകൾക്ക് വേണ്ടി പ്രതികരിക്കാൻ ഒരു ലൈംഗിക അരാജകത്വമുള്ള ഒരു തെമ്മാടിയായ സന്ദീപാനന്ദഗിരിയാണ് നിങ്ങൾ കൂട്ടുപിടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിലുള്ള പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള ഹോട്ടലാണ് കടവ് റിസോർട്ട്. കടവ് റിസോർട്ടിൽ ഒരു ദിവസം 14,000 രൂപ കൊടുക്കേണ്ടുന്ന മുറി വാടകയുള്ള മുറിയിൽ മാത്രമേ സന്ദീപാനന്ദഗിരിക്ക് കടന്നാൽ ഉറക്കം വരികയുള്ളൂ. ഒരു ദിവസം 14,000 രൂപ ദിവസ വാടകയുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിലെ മുറിയിൽ മാത്രമേ ഈ മഹാൻ സന്ദീപാനന്ദഗിരി ഉറങ്ങുകയുള്ളൂ. ഡൽഹിയിലെ നാരായണീയ സത്രം നടന്ന സമയത്ത് ആ ആശ്രമക്കാര്, അതിന്റെ ഓർഗനൈസേഴ്സ്, നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം, അന്വേഷിക്കാം ഈ വിവരങ്ങളെ പറ്റിയെല്ലാം. ആ ഡൽഹിയിലെ നാരായണ ആശ്രമത്തിൽ അവിടെ നാരായണീയ സത്രം നടക്കുന്ന സമയത്ത് അവിടെ സംസാരിക്കാൻ വേണ്ടി പോയ ഈ സന്ദീപാനന്ദഗിരി ഇന്ത്യൻ മലേഷ്യൻ ഒറിജിനിലുള്ള ഒരു പെൺകുട്ടി, അവർ ഓസ്ട്രേലിയൻ പൗരത്വമുള്ള പെൺകുട്ടിയാണ്. ആ ഓസ്ട്രേലിയൻ പൗരത്വമുള്ള ഒരു പെൺകുട്ടിയോട് ഒന്നിച്ച് ഒരു സ്വകാര്യ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് താമസിച്ചത്. ആ വിവരങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്തിനാണ് സന്യാസാശ്രമത്തിന്റെ മഹിമ ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സന്ദീപാനന്ദഗിരി സ്വകാര്യ ഹോട്ടലുകളിൽ മാത്രം താമസിച്ചുകൊണ്ട് യുവതികളോടൊപ്പം മുറിയടച്ചത് താങ്കൾ ഭാഗവതം വായിക്കുകയാണോ എന്ന് ഞങ്ങൾക്ക് തെളിവില്ല. പക്ഷെ ഗെയിൽ ട്രെഡ്വെൽ പറഞ്ഞ പേര് താങ്കൾ മുറിയടക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഗെയിൽ ട്രെഡ്വെല് ജോൺ ബ്രിട്ടാസിനോട് പറഞ്ഞല്ലോ, അമ്മയുടെ ഭക്തന്മാർ രാത്രി ഒളിച്ചു വരും, അമ്മയുടെ കതവ് തുറക്കും, കഥ കടയ്ക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ ഗെയിൽ ട്രെഡ്വെൽ എന്ന് പറയുന്ന സ്ത്രീ എത്രയോ തവണ ആശ്രമത്തിൽ നിന്ന് വീസ പുതുക്കാൻ വേണ്ടിയിട്ടൊക്കെ എംബസിയുമായി സമീപിച്ച, ഒരു 100 തവണയെങ്കിലും സമീപിച്ചിട്ടുണ്ടാവും. എത്രയോ തവണ ആശ്രമത്തിൽ നിന്ന് വിദേശത്ത് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് പോയി വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഇവർക്ക് പറഞ്ഞുകൂടായിരുന്നു, അതാ എന്നെ ഇങ്ങനെ വല്ലാണ്ട് റേപ്പ് ചെയ്യേണ്ട ദിവസവും പറഞ്ഞില്ലല്ലോ. അപ്പൊ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ വിചാരിച്ച കാര്യം നടക്കാതെ വന്നപ്പോൾ ആശ്രമത്തെ, ഓഷോ രജനീഷിന്റെ ആശ്രമത്തെ എപ്രകാരമാണോ സാമ്പത്തികമായി നിങ്ങൾ തകർത്തത്, ആ സാമ്പത്തികമായി നിങ്ങൾക്ക് തകർക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് ലൈംഗിക ആരോപണം. ഏതായാലും നന്നായി,
പണ്ട് മുതൽക്കേ ഗായത്രി ഗെയിൽ ട്രെഡ്വെൽ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ ഒരു പരാമർശമുണ്ട്. അവർ വന്ന ആദ്യകാലങ്ങളിൽ ദർശനം തീരുക പുലർച്ചെ 3 മണിക്കാണ്. പുലർച്ചെ 3 മണിക്ക് അമ്മയുടെ ദർശനം പൊതു ദർശനം കഴിഞ്ഞ് അമ്മ മുറിയിൽ പോയി കിടക്കാറില്ല. അമ്മ പലപ്പോഴും പറമ്പിൽ തെങ്ങിന്റെ ചുവട്ടിൽ കിടക്കാറാണ് പതിവ്. ആ സമയത്ത് അമ്മയ്ക്ക് ചുറ്റും അമ്മയുടെ ഭക്തന്മാർ, ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്ന ബാലുവും റാവുവും രാമകൃഷ്ണനും എല്ലാം ഗായത്രിയും എല്ലാം ചുറ്റിലും വരുന്ന അമ്മയോട് സംശയങ്ങൾ ചോദിക്കുമായിരുന്നുവെന്ന്. അപ്പോൾ ഗായത്രിക്ക് തോന്നുമായിരുന്നു അത്രേ, അമ്മ ഒരല്പസമയമെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഒന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ, രാവിലെ മുതൽ ഇരിക്കുന്ന ഇരിപ്പാണ് പുലർച്ചെ 3 മണി വരെ ഇരുന്നത്, ഇനിയെങ്കിലും അമ്മയെ ഒന്ന് ഒറ്റയ്ക്ക് വിട്ടുകൂടെ, അമ്മയ്ക്ക് ഒരു അല്പം വിശ്രമം നൽകിക്കൂടെ എന്ന് ചോദിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് റാവുവിനെയും ബാലുവിനെയും ആട്ടി ഓടിക്കുമായിരുന്നു എന്ന് അതേ പുസ്തകത്തിൽ ഗെയിൽ ട്രെഡ്വെൽ പറഞ്ഞിരിക്കുന്നു. അന്ന് മുതലേ അമ്മ പുലർച്ചെ 3 മണി വരെ ഭക്തന്മാരോടൊപ്പമാണ്. അങ്ങനെയുള്ള അമ്മയെ പറ്റിയാണ് രാത്രി ഭക്തന്മാർ ഒളിച്ചു വന്നിട്ട് മുറിക്കുള്ളിൽ കയറി കഥ അടയ്ക്കുമെന്ന് ബ്രിട്ടാസിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ പുസ്തകങ്ങളിൽ വൈരുദ്ധ്യങ്ങളുടെ പുസ്തകമാണത്. 1000 വൈരുദ്ധ്യങ്ങളുണ്ട്. ജോൺ ബ്രിട്ടാസിനോട് എനിക്കുള്ളൊരു നന്ദി, അദ്ദേഹം ചില ചോദ്യങ്ങൾ വളരെ കൃത്യമായി ചോദിച്ചു. അതിലൊരു ചോദ്യം, നിങ്ങൾ ആരോപിക്കുന്ന ആരോപണങ്ങളെ പറ്റി വേറെ ആർക്കെങ്കിലും അറിവുണ്ടോ? കാരണം അന്ന് ഇവരൊരു വിദേശ സ്ത്രീ മാത്രമായിരുന്നില്ല. അമ്മയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന ലക്ഷ്മി അക്ക ഇവരെക്കാൾ മുമ്പ് ആശ്രമത്തിൽ വന്നിട്ടുള്ള സ്ത്രീയാണ്. അതുപോലെ നീൽ റോസ്നർ എന്ന ഇപ്പോഴത്തെ സ്വാമി പരമാത്മാനന്ദപുരി ഇവരെക്കാൾ വളരെ മുമ്പ് ആശ്രമത്തിൽ വന്നിട്ടുള്ള ആളാണ്. അവരെല്ലാം ഒരു കുടിലിൽ കഴിഞ്ഞിരുന്നവരാണ്. ഒരു കുടിലിൽ 10 അടി വിസ്തീർണം മാത്രമുള്ള ഒരു കുടിലാണ് ഇത്രയും പേർ കഴിഞ്ഞിരുന്നത്. മഴ പെയ്യുമ്പോൾ പലപ്പോഴും അമ്മയും അമ്മയുടെ ഭക്തന്മാരും കുട പിടിച്ചിരുന്നിട്ടുണ്ട് അതിന്റെ കീഴിൽ. ആദ്യത്തെ 6-7 വർഷം, ആ വർഷങ്ങളിലാണ് അമ്മയുടെ മുറിയിൽ വെച്ച് ഇവർ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയാം. അതും കുടിലിൽ വെച്ചിട്ട് 24 മണിക്കൂറും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന 1000 പേരടങ്ങിയ അന്ധവിശ്വാസ നിർമ്മാർജ്ജന കമ്മിറ്റിയുടെ 1000 കണ്ണുകൾ തുറന്നു വെച്ചിരിക്കുന്ന ആശ്രമത്തിലാണോ ഇതൊക്കെ നടന്നത്? എങ്കിൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജനക്കാരുടെ കണ്ണ് പൊട്ടയായിരുന്നു. 1000-ലധികം പേരെ ഒപ്പിടിച്ചുകൊണ്ട് അവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനക്കാര് അന്ധവിശ്വാസ നിർമ്മാർജ്ജന കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ആശ്രമത്തിൽ കയറി ഇറങ്ങുന്ന ഒരു കാലമായിരുന്നു. ഒരു മതിൽ പോലും കെട്ടിയിട്ടില്ലാത്ത 2 കുടിലുകളിലാണ് ഈ സന്യാസിമാരും അമ്മയും കഴിഞ്ഞിരുന്നത്. ഇത്രയും ത്യാഗനിർഭരമായ ജീവിതം നയിച്ച ഒരു മഹതിയെ പറ്റിയാണോ ഇത്തരത്തിൽ പച്ച നുണ പറഞ്ഞുണ്ടാക്കുന്നത്? പിന്നെ ഇവർ പറയുന്നൊരു വാദം, അന്ന് കാലത്തല്ല, ബ്രിട്ടാസിനോട് പറയണം, അന്ന് കാലത്തല്ല പീഡിപ്പിച്ചത് പിന്നീടാണ്. എപ്പോഴാണ്? 10 വർഷം കഴിഞ്ഞിട്ടാണ്. ശരി, 10 വർഷം കഴിയുമ്പോഴേക്ക് അമ്മയുടെ പ്രശസ്തി നാടെങ്ങും പരന്നു കഴിഞ്ഞു. 1986 തന്നെ അമ്മ വിദേശയാത്ര പോയി. ലോകമെമ്പാടും അമ്മയ്ക്ക് ഭക്തന്മാരുണ്ടായി കഴിഞ്ഞു. ഫ്രാൻസിലും അമേരിക്കയിലും എല്ലാം അമ്മ പോയി ആ കാലത്ത്. അപ്പൊ അങ്ങനെയുള്ള കാലത്താണോ പീഡിപ്പിച്ചത്? അതായത് തിരക്ക് കൂടി വരുമ്പോ ആണോ അമ്മ സ്വകാര്യ സമയം കണ്ടെത്തി പീഡനത്തിന് വിധേയമായത്? ഇത്തരത്തിലുള്ള മ്ലേച്ഛമായ കള്ളത്തരങ്ങളെല്ലാം അമ്മയെ പറ്റി പറഞ്ഞുണ്ടാക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം, ഇത് പ്രകൃതി ക്ഷമിക്കുകയില്ല. നിങ്ങളുടെ വികാരം കൂട്ടാനല്ല ഞാൻ പറയുന്നത്, ഞാൻ അമ്മയുടെ ഭക്തനാണ്. ഇത് വികാരം കൂട്ടാൻ വേണ്ടിയോ കയ്യടി വാങ്ങാൻ വേണ്ടിയോ പ്രസംഗിക്കുകയല്ല. ഇത് നാം മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളാണ് ഇതിനുള്ളത്. അപ്പൊ ഇതില് റിപ്പോർട്ടർ പീപ്പിൾ ചാനലിൽ വന്ന വാർത്തയിൽ ആദ്യം പറഞ്ഞത്, അമ്മ മക്കൾ എന്ന ബന്ധം, ഉദാത്തമായ ബന്ധം ഇവിടെ തകരുകയാണ്. അതായത് കുറച്ചു കാലം മുമ്പ്, 5 വർഷം മുമ്പ്, ഒരു ഊശാന്താടിക്കാരനായ പുരോഗമന കലാസാഹിത്യകാരനുണ്ട്, KN കുഞ്ഞമ്മ എന്ന പേര്. ഒരു ഒന്നാന്തരം മത തീവ്രവാദിയാണ് ഉള്ളിൽ, പുറമെ വലിയ പുരോഗമനക്കാരനാണ്. ഈ കുഞ്ഞഹമ്മദ് പറഞ്ഞിരുന്നു, അമ്മയെ മകനെ, അമ്മയെ മകളെ എന്ന രീതിയിൽ ഒരു വിപ്ലവവും നയിക്കാതെ കുറെ പേര് മടിയന്മാരെ കുത്തിയിരിക്കുന്ന സ്ഥലമാണ് മാതാ അമൃതാനന്ദമയ മഠമെന്ന്. അന്ന് അയാൾ പറഞ്ഞ ആ വാദം കാറ്റുപിടിച്ചില്ല. ഇന്ന് നിങ്ങൾ പറയുന്നു അമ്മ സ്വന്തം ഭക്തന്മാരുമായും ശിഷ്യന്മാരുമായും ലൈംഗിക ക്രീഡയിൽ ഏർപ്പെടുകയാണ് എല്ലാ ദിവസവും. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഈശ്വരന് പോലും അറിഞ്ഞുകൂടാ. ഇത് കണ്ടിരിക്കുന്നതോ ആകെ ഈ ആരോപണം ഉന്നയിച്ച ആൾ മാത്രം. ഇതിന് എന്തെങ്കിലും ഒരു പ്രൂഫ്, എന്തെങ്കിലും ഒരു തെളിവ്, ഒരാളുടെയെങ്കിലും മൊഴി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കുകയില്ല. അപ്പൊ ആശ്രമത്തെ പറ്റി പറഞ്ഞുണ്ടാക്കുമ്പോൾ സന്ദീപാനന്ദഗിരി ആണെങ്കിലും KN കുഞ്ഞാമത് ആണെങ്കിലും ഒക്കെ ഒരമ്മ മക്കളാണ്. KN കുഞ്ഞാമത് ആണെങ്കിലും അത് ബ്രിട്ടാസ് ആണെങ്കിലും ആരാണെങ്കിലും തെളിവ് കൊണ്ടുവരാനുള്ള മാന്യത നിങ്ങൾ കാണിക്കണം. ആരെ പറ്റിയും എന്തും പറയാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ സത്യസായി ബാബയെ പറ്റി പറഞ്ഞു, അദ്ദേഹം ഒരു സ്വർഗ ലൈംഗിക ക്രീഡക്കാരനാണ്, സ്വർഗരതിയിൽ ഏർപ്പെടുന്ന ഹോമോസെക്ഷൽ ആണെന്ന് ഇന്ത്യ ടുഡേ മാഗസിൻ ഇതുപോലെ പലരെ കൊണ്ടും അവരെല്ലാം സായിപ്പന്മാരാണ് കേട്ടോ. അവരാരും ഇപ്പോൾ ഒരു അക്ഷരം വേണ്ടുന്നില്ല. ആ കേസ് എവിടെ? നിങ്ങളെന്താ ഭഗവാൻ സത്യസായി ബാബയെ വെറുതെ വിട്ടോ? നിങ്ങളുടെ മാധ്യമ കോടതിയിൽ വിചാരണ ചെയ്ത് ഓരോരുത്തരും കശാപ്പ് ചെയ്ത് വിടാമെന്ന വ്യാമോഹമുണ്ടല്ലോ, അത് വെറും സ്വപ്നം മാത്രമാണ്. ഇത് വളരെ ശക്തമായി വികാരം ഏറ്റിക്കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും. പക്ഷെ അതിലല്ല എന്റെ ശ്രദ്ധ. അമ്മ എന്നോട് വ്യക്തമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിതാണ്, 10 അടി മാത്രം വിസ്തീർണമുള്ള 2 കുടിലുകളുള്ള ഒരു സ്ഥലത്താണോ
അതും 24 മണിക്കൂറും പൊതുജനം കയറി ഇറങ്ങുന്ന, ഭക്തന്മാർ മാത്രമല്ല അന്ധവിശ്വാസ നിർമ്മാർജ്ജന കമ്മിറ്റിക്കാരും കയറി ഇറങ്ങുന്ന കതക് പോലും ഇല്ലാത്തൊരു കുടിലാണോ ഗെയിൽ ട്രെഡ്വെൽ പീഡിപ്പിക്കപ്പെട്ടത്? അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടുവെങ്കിൽ അതേപറ്റി എന്തുകൊണ്ടെന്ന് അവർ പരാതിപ്പെട്ടില്ല. അവർ പറയുകയാണ്, അയ്യോ ഞാനിങ്ങനെ ഒരു അടക്കമുള്ള ഇന്ത്യൻ സ്ത്രീ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ ആരോടും പരാതി. അടക്കമുള്ള ഇന്ത്യൻ സ്ത്രീകൾ ഇങ്ങനെ പീഡനത്തിന് വിധേയരാവുകയാണോ ചെയ്യുന്നത്? ഞാൻ ചോദിക്കട്ടെ, നളിനി ജമീല എന്ന് പറയുന്ന വേശ്യാസ്ത്രീ അവർ പുസ്തകം എഴുതിയിട്ടുണ്ട്, നളിനി ജമീല. നളിനി ജമീല പോലും ആർജവത്തോടുകൂടി ആരെന്നെ പീഡിപ്പിച്ചെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ നളിനി ജമീലയുടെ പോലും സാംസ്കാരിക വ്യക്തിത്വമില്ലാത്ത സ്ത്രീയാണോ ഗെയിൽ ട്രെഡ്വെൽ? അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ വളരെ വ്യക്തമായ ഒരു ഗൂഢാലോചനയുണ്ട്. അത് ഇവിടെ നടക്കുന്നതല്ല, അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഒരു ഗൂഢാലോചനയുണ്ടെന്ന് അറിയാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. പിന്നെ അമൃത സ്വരൂപാനന്ദ പീഡിപ്പിച്ചു എന്നതാണ് പ്രശ്നം. അമൃത സ്വരൂപാനന്ദ പീഡിപ്പിച്ചോ ഇല്ല? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സന്ദീപാനന്ദഗിരിയുടെ മുഖം എടുത്തു വെക്കുക, അമൃത സ്വരൂപാനന്ദ മുഖം എടുത്തു വെക്കുക, ഇതിൽ ആരാണ് പീഡകനെന്ന് ചെറിയ കൊച്ചുകുട്ടിയും വിരൽ ചൂണ്ടിക്കാണിക്കും. മുഖം നോക്കിയാൽ മതി, അതിലധികം ബുദ്ധിയൊന്നും വേണ്ട. നന്നായി പാടുന്ന സംഗീതജ്ഞനായ അറിവുള്ള ശാസ്ത്രപഠിത്തമുള്ള തപസ്സുള്ള സന്യാസിമാരെ കാണുമ്പോൾ എന്നും 24 മണിക്കൂറും ശീതീകരിച്ച ഹോട്ടൽ മുറികളിൽ യുവതികളോടൊപ്പം രമിക്കുന്ന സന്ദീപാനന്ദഗിരിക്ക് സഹിക്കാത്തതിന്റെ പ്രത്യയശാസ്ത്രമൊക്കെ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ തൻ്റേത് സന്യാസമല്ലെന്നും പൈസ കൊടുത്തു വാങ്ങിയ ഏർപ്പാടാണെന്നും താൻ സ്വയം തിരിച്ചറിയാത്ത എന്താണ്? അല്ലെങ്കിൽ സന്ദീപ് ചൈതന്യ എങ്ങനെ സന്യാസിയെന്നും എങ്ങനെ ചൈതന്യ നാമം മാറി ഗിരി എന്ന ശാസ്ത്രവിരുദ്ധമായ പാരമ്പര്യവിരുദ്ധമായ നാമം തനിക്ക് കിട്ടിയെന്നും എന്തുകൊണ്ട് പീപ്പിൾ ചാനലുകാരൻ ചോദിച്ചു മനസ്സിലാക്കുന്നില്ല? രണ്ടാമത്തെ കാര്യം, സന്ദീപ് ചൈതന്യ ഉന്നയിക്കുന്ന മുഖ്യമായ ഒരു കാര്യം, അമ്മ സർവജ്ഞയാണെങ്കിൽ എല്ലാം അറിയുന്നവളാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീച സ്ത്രീയെ 20 കൊല്ലം തന്റെ ശിഷ്യയായി വെച്ചത്? ഇതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. സന്ദീപാനന്ദഗിരിക്കും പീപ്പിളുകാരനും മനസ്സിലാവുന്ന ഒരൊറ്റ ഉത്തരമേ ഇതിനുള്ളൂ. സ്വാമി ചിന്മയാനന്ദൻ എന്ന മഹാനായ ചിന്മയാനന്ദ സ്വാമികൾ, അറിവുള്ള തപസ്സുള്ള ചിന്മയാനന്ദ സ്വാമികൾ ഒരു വിഷപ്പാമ്പിനെ അല്ലേ ഇത്രയും കാലം പോറ്റിയിരുന്നത്? സന്ദീപ് ചൈതന്യ താങ്കളെപ്പോലൊരു വിഷപ്പാമ്പിനെ ചിന്മയാനന്ദ സ്വാമികൾ പോറ്റിയില്ലേ കുറെ കാലം? അത് ചിന്മയാനന്ദ സ്വാമികളുടെ കഴിവുകേട് കൊണ്ടാണോ അതോ തന്റെ വൃത്തികേട് കൊണ്ടാണോ? ഇത് സ്വയം ചോദിക്കണം സന്ദീപാനന്ദഗിരി. താങ്കൾ ചിന്മയാനന്ദ സ്വാമിയുടെ കഴിവുകേട് കൊണ്ടാണോ അത്രയും കാലം ആശ്രമത്തിൽ നിന്നത്? ആ ആശ്രമത്തെ വഞ്ചിച്ച് പുറത്തു പോയത്, പണം തട്ടിയെടുത്തുകൊണ്ട് പുറത്തു പോയത്? അതുപോലെ തന്നെയാണ് ഗെയിൽ ട്രെഡ്വെൽ ചെയ്തത്. അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടല്ല. മഗ്ദലന മറിയം എന്ന ഒരു വേശ്യാസ്ത്രീയെ ആളുകൾ കൂടി കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ യേശുക്രിസ്തു എന്താ പറഞ്ഞത്? നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. അപ്പോൾ ഒരു വേശ്യാസ്ത്രീയോട് പോലും പൊറുക്കുന്ന കാരുണ്യമുള്ള മനസ്സിനുടമകളാണ് മഹാത്മാക്കൾ. അങ്ങനെയാണ് അമ്മയെപ്പോലുള്ള മഹാത്മാക്കളെ തിരിച്ചറിയേണ്ടത്. അല്ലാതെ നമ്മുടെ ന്യൂനത അങ്ങനെയാണെങ്കിൽ ആരും അമ്മയെടുത്ത് വരാൻ യോഗ്യരല്ല. അമ്മയെപ്പോലെ പരിശുദ്ധരായ മറ്റാരും തന്നെ ഇവിടെയില്ല. ആർക്കും. ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവർ ലൈംഗിക ആരോപണങ്ങൾ പെടാറില്ലേ? അപ്പോൾ നിങ്ങൾ ഗോപി കോട്ടമുറിക്കലും ശശിയൊക്കെ പെടുമ്പോൾ നിങ്ങൾ എന്താ ചർച്ച ചെയ്യാത്തത്? ഗോപി കോട്ടമുറിക്കലും ശശിയൊക്കെ ലൈംഗിക ആരോപണ വിധേയരാകുമ്പോൾ നിങ്ങളത് സമർത്ഥമായി മൂടിവെക്കുന്നുണ്ടല്ലോ. അതെന്താ കാരണം? അപ്പൊ നിങ്ങൾക്ക് ഈ ലൈംഗിക ആരോപണങ്ങളെ പറ്റി ചർച്ചയില്ലേ? വളരെ വ്യക്തമായി നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനും നിങ്ങൾ ഉത്തരവാദികളായിരിക്കണം. നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരല്ല. പക്ഷെ അതേസമയം അമ്മയെപ്പോലെ പരമപവിത്രമായ ഒരു പീഠത്തെ പറ്റി മോശമായി പറയുമ്പോൾ ഒരുപാട് ഭക്തന്മാരുടെ ഹൃദയം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത്. സന്ദീപാനന്ദഗിരി ഉന്നയിക്കുന്ന പ്രഥമമായ ആരോപണം അമ്മ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇത് തന്നെ എനിക്ക് തന്നോടും തിരിച്ചു ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് ചിന്മയാനന്ദ സ്വാമികൾ അറിഞ്ഞില്ല ഇതൊരു വിഷപ്പാമ്പാണെന്നുള്ള അറിഞ്ഞില്ല? ഡിവൈഎഫ്ഐക്കാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൊടി ഇപ്പോഴും മനസ്സിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സന്യാസിയെ ലോകത്ത് ഇവനെ മാത്രമേ കാണുള്ളൂ. വേറെ ആർക്കും ഇത്ര അധമമായി സംസാരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ സന്ദീപാനന്ദഗിരി സംസാരിക്കുന്ന രീതിയിൽ അതേ ഭാഷയിൽ സംസാരിക്കാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, പക്ഷെ സന്ദീപാനന്ദഗിരിയുടെ സംസ്കാരമല്ല നമ്മുടേത്. സന്ദീപാനന്ദഗിരി ചോദിക്കുന്നു, ആസ്ട്രേലിയയിലുള്ള ഒരു ഭക്തന്റെ വീട്ടിൽ അമ്മയുടെ ഫോട്ടോയുടെ മുമ്പിൽ ചൂടുപാൽ വെക്കുമ്പോൾ പിന്നീട് അവനെ അമേരിക്കയിൽ നിന്ന് കാണുമ്പോൾ മോനെ ചൂടുപാൽ വെച്ചിട്ട് അമ്മയുടെ നാവ് പൊള്ളി എന്ന് പറയാൻ മാത്രം സർവജ്ഞത്വമുള്ള അമ്മ എന്തുകൊണ്ട് സ്വന്തം സ്ഥാപനങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകൾ കാണുന്നില്ല എന്ന് ചോദിക്കുന്നു. ശ്രീകൃഷ്ണന്റെ കഥ TV ചാനലിൽ പണം കൊടുത്ത് സമയം വാങ്ങി പറഞ്ഞാൽ മാത്രം പോരാ, ശ്രീകൃഷ്ണൻ ആരാണെന്ന് അറിയുകയും വേണം. ജരാസന്ധനോട് തോറ്റോടി ശ്രീകൃഷ്ണൻ. ജരാസന്ധനോട് ശ്രീകൃഷ്ണൻ തോറ്റോടിയത് അറിവില്ലാഞ്ഞിട്ടോ ശക്തിയില്ലാഞ്ഞിട്ടോ അല്ലല്ലോ. ശ്രീകൃഷ്ണൻ സെമന്തകമണി മോഷ്ടിച്ചു എന്ന് അപവാദ പ്രചരണം നടത്തിയപ്പോൾ അതിനെതിരെ പ്രതികരിക്കാഞ്ഞത് സർവജ്ഞത്വമില്ലാഞ്ഞിട്ടല്ലോ. സ്കൂൾ ഓഫ് ഭഗവത്ഗീതയാണ് താൻ നടത്തുന്നത് എന്നെങ്കിലും പോലും ഉള്ള ബോധം സന്ദീപാനന്ദഗിരിക്ക് ഉണ്ടായിരിക്കണമായിരുന്നു. യേശുദേവൻ മഗ്ദലന മറിയത്തോട് പൊറുത്തതുപോലെ
ഗെയിൽ ട്രിഡ്വെലിനോട് അമ്മ എന്നോ കാലം ക്ഷമിച്ചതാണ്. കാരണം അമ്മയെ പല രീതിയിൽ അപായപ്പെടുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. തന്റെ ചുവട് വെട്ടുമ്പോഴും ഒരു മരം വെട്ടുന്നവർ തണൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. തന്റെ ചുവട് വെട്ടി നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ഒരു മരം തണൽ കൊടുക്കുന്നത് പോലെ അമ്മ ഇത്തരത്തിലുള്ള എല്ലാ വിവാദങ്ങളെയും ആ രീതിയിൽ മാത്രമേ കാണാറുള്ളൂ. കാരണം ശാസ്ത്രം ഉദ്ഘോഷിക്കുന്ന മഹാത്മാക്കളുടെ അവസ്ഥ അതാണ്. സന്ദീപാനന്ദഗിരി പറയുന്നു, ആൾ ദൈവങ്ങളിൽ എനിക്ക് വിശ്വാസമില്ല. ആൾ ദൈവം എന്താണ്? ഈ ആൾ ദൈവം കുറെ കാലമായി നാം മറുപടി പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. ആൾ ദൈവം എന്നൊരു വാക്ക്, ഈ വാക്ക് ഇന്ത്യൻ ഗുരുക്കന്മാരെ, ഭാരതീയ ആചാര്യന്മാരെ അവഹേളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വാക്കാണ്. ഇംഗ്ലീഷിൽ ഗോഡ് മാൻ എന്ന് പറയും, ഗോഡ് മാൻ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കവലകളിലൊക്കെ ഉയർന്നു നിൽക്കുന്ന യേശുക്രിസ്തുവിന്റെ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ, ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജിക്കപ്പെടുന്ന ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ, ഇതെല്ലാം നാം ഈശ്വരനായി ആരാധിക്കുന്നു. എന്റെ ചോദ്യം, ഇവരെല്ലാം ഒരു കാലത്ത് മനുഷ്യരായി ജീവിച്ചവരല്ലേ? ശ്രീകൃഷ്ണൻ ഒരു കാലത്ത് നമ്മോടൊപ്പം ജീവിച്ച ആളല്ലേ? യേശുക്രിസ്തു ഒരു കാലത്ത് ഭൂമിയിൽ ജീവിച്ച ആളല്ലേ? അപ്പോൾ മനുഷ്യൻ തന്നെയല്ലേ ഈശ്വര സ്ഥാനത്തേക്ക് ഉയർന്നത്? ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മജ്ഞാനം നേടിയവൻ ബ്രഹ്മം തന്നെ എന്ന ഉപനിഷത്ത് പ്രമാണം ഒരു പക്ഷേ സന്ദീപ് ചൈതന്യ പഠിച്ചിരിക്കില്ല. അതുമാത്രവുമല്ല, ഭഗവത്ഗീതയിലെ 9-ാമത്തെ അധ്യായത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് ഈ പക്ഷം, ഈ ആൾദൈവ ആരോപണത്തെ പറ്റി വളരെ വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഗീതാ ജ്ഞാനയജ്ഞങ്ങൾ നാടകം നടത്തി പണമുണ്ടാക്കി ഹോട്ടലുകളുടെ ശീതീകരിച്ച മുറിയിൽ യുവതികൾക്കൊപ്പം ഉറങ്ങുന്ന സന്ദീപാനന്ദഗിരി, താങ്കൾ ഒരു പക്ഷേ ഈ ശ്ലോകവും ഇതിന് ആദിശങ്കര ഭഗവത്പാദർ കൊടുത്തിരിക്കുന്ന ഭാഷ്യവും പഠിച്ചിരിക്കാൻ ഇടയില്ല. ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞു, അവജാനന്തി മാം മൂഢാഹ, മൂഢന്മാർ, വിഡ്ഢികൾ, കഴുതകൾ എന്നെ ആൾ ദൈവമെന്ന് പറഞ്ഞ്, മനുഷ്യനെന്ന് പറഞ്ഞ് അപമാനിക്കുന്നു. അവജാനന്തി മാം മൂഢ, മൂഢന്മാരെന്നെ മനുഷ്യന്റെ ശരീരം സ്വീകരിച്ചിരിക്കുന്നവൻ വെറുമൊരു മനുഷ്യൻ എന്ന് പറഞ്ഞ് അവഹേളിക്കുന്നു. അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനുമാശ്രിതം, മനുഷ്യന്റെ ശരീരം പോലെ ഉണ്ടല്ലോ, താനും ഒരു മനുഷ്യനെ പോലെ തന്നെയല്ലേ, താനും എന്നെ പോലെ നടക്കുന്നു, ഇരിക്കുന്നു, കിടക്കുന്നു, താനും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസം എന്ന് ആളുകൾ ചോദിക്കുന്നു. അവജാനന്തി മാം മൂഢാഹ, അത്തരം മൂഢന്മാരായ മനുഷ്യർക്ക് പരംഭാവം അജാനന്തോ, എന്റെ പരമമായ ദിവ്യഭാവത്തെ പറ്റി ഒരു ചുക്കും അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഇവർ എന്നെ വെറുമൊരു കേവലം മനുഷ്യനായി കണ്ട് അപമാനിക്കുന്നു എന്ന് ശ്രീകൃഷ്ണ പരമാത്മാവ് പറയുന്നു. താൻ ഗീതാജ്ഞാനയജ്ഞം സ്വയം നടത്തുന്ന ആളാണല്ലോ സന്ദീപാനന്ദഗിരി. താൻ എന്തുകൊണ്ട് സ്വയം ചോദിക്കുന്നില്ല, സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തുകൊണ്ട് ഈ ശ്ലോകം 9-ാം അധ്യായത്തിൽ 11-ാം ശ്ലോകമായി ചേർത്തിരിക്കുന്നു എന്ന് ചിന്തിക്കാത്തത് എന്താ? എന്തുകൊണ്ട് വ്യാസ ഭഗവാൻ പറഞ്ഞു, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ഈ ശ്രീകൃഷ്ണൻ സാക്ഷാൽ ഈശ്വരൻ തന്നെ, ഐശ്വര്യ ജ്ഞാന വീര്യ കീർത്തി വൈരാഗ്യങ്ങളുള്ള ഷഡൈശ്വര്യങ്ങളുള്ള ഭഗവാൻ തന്നെയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണൻ വ്യാസാചാര്യൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് സന്ദീപാനന്ദഗിരി പഠിച്ചില്ല. അതുകൊണ്ട് സന്ദീപാനന്ദഗിരി താങ്കൾ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ്. ഈ രാഷ്ട്രീയ കക്ഷികൾ, ഇതേ ചാനലുകാർ താങ്കൾക്കെതിരെ തിരിയുന്നൊരു കാലം അതിവിദൂരമല്ല. കാരണം താങ്കൾ പീഡിപ്പിച്ച പെൺകുട്ടികളുടെ മെയിലുകൾ, താങ്കൾ പീഡിപ്പിച്ച പെൺകുട്ടികളുടെ മൊഴികൾ വരും ദിവസങ്ങളിൽ കേരളം കേൾക്കും. സന്ദീപാനന്ദഗിരി ഒരു കാര്യം ചിന്തിക്കുക, ഒരു ദിവസം 24 മണിക്കൂറും പൊതുജന മധ്യത്തിൽ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാതെ ഓരോ മനുഷ്യരെയും കണ്ട് അവരുടെ പ്രശ്നങ്ങൾ സ്വന്തം ചെവിയിൽ കേട്ട് സ്വയം ഉരുകുരുകി ഒരു മെഴുകുതിരി പോലെ ലോകത്തിന് പ്രകാശം കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് അമ്മയുടേത്. അമ്മ സ്വകാര്യ സുഖങ്ങൾ സ്വീകരിക്കാറില്ല. ഓരോ ദിവസവും അങ്ങനെ ചെലവഴിക്കുന്ന ത്യാഗിനിയായ, യോഗിനിയായ, മഹായോഗിനിയായ, മഹാശക്തിയായ അമ്മയെ പറ്റിയാണ് താങ്കൾ ആരോപണം ഉന്നയിക്കുന്നത്. താങ്കളും ഗെയിൽ ട്രിഡ്വെലും ഒരേ നാണയത്തിന്റെ ഒരേ വശമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടുപേരും ഗുരുഘാതകന്മാർ, രണ്ടുപേരും ഗുരുവഞ്ചകന്മാർ, രണ്ടുപേരും ഗുരുവിനെ പറ്റി അപഖ്യാതി പറയുന്നവർ, രണ്ടുപേരും ഗുരുവിനെ വെറും ആൾദൈവമായി മാത്രം കാണുന്നവർ. നമുക്കറിയാം, ഭാരതത്തിൽ എല്ലാം ഈശ്വരൻ തന്നെയാണ്. ഉപനിഷത്ത് പഠനം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന മകനോട് അച്ഛൻ ചോദിക്കുകയാണ്, മകനെ, നീ എല്ലാം ഏതെന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞുവോ? ആ അറിവ് അറിഞ്ഞുവോ? ഏനാശ്രിതം ശ്രുതം ഭവത്യമതം മതം അവിജ്ഞാതം വിജ്ഞാതമിതി. മകൻ പറഞ്ഞു, അറിഞ്ഞില്ല. അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്, തത്വമസി ശ്വേതകേതോ, ആ അറിവ്, ആ പരംബോധം, ആ പരമാത്മ ചൈതന്യം, ആ ഈശ്വരൻ നീ തന്നെ. ഭാരതത്തിൽ ഈശ്വരൻ കഴുതയോ കുതിരയൊന്നുമല്ല. ഭാരതത്തിൽ ഈശ്വരൻ ആകാശത്തിന് അപ്പുറത്തിരിക്കുന്ന ഒരു സാങ്കല്പിക കഥാപാത്രമല്ല. ഭാരതത്തിലെ ഈശ്വരൻ ഓരോ ജീവനിലും കുടികൊള്ളുന്ന ബോധ ചൈതന്യമാണ്. ആ ബോധ ചൈതന്യം താൻ തന്നെ എന്നറിയുന്ന മഹാപുരുഷന്മാരെ ഈശ്വര തുല്യം ആരാധിക്കുന്ന പതിവ് പണ്ടേക്ക് പണ്ടേ ഉള്ളതാണ്. സന്ദീപാനന്ദഗിരിക്ക് ഗുരു ധ്യാന ശ്ലോകം അറിയാമെങ്കിൽ, ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരംബ്രഹ്മ എന്ന് പറയുന്നതിന്റെ പൊരുൾ എന്താണ്? വിഷ്ണു ആയിരിക്കുന്നതും ശിവനായിരിക്കുന്നതും ബ്രഹ്മാവായിരിക്കുന്നതും സാക്ഷാൽ പരബ്രഹ്മമായിരിക്കുന്നതും ഗുരു തന്നെ. എന്നാൽ ആ ഗുരുവിന്റെ മൂർത്തിയിൽ ഈശ്വരനെ കണ്ട് ആരാധിക്കലാണ് ഭാരതീയരായ നമ്മുടെ പാരമ്പര്യം. ഈ പാരമ്പര്യം മറന്നുകൊണ്ടാണ് സന്ദീപാനന്ദഗിരി സംസാരിക്കുന്നത്.
അപ്പോൾ ഗുരുവിനെ ഈശ്വരതുല്യം ആരാധിക്കുന്നത് പുതിയ ചടങ്ങൊന്നുമല്ല, പണ്ടേക്ക് പണ്ടേ അങ്ങനെ തന്നെയാണ്. ഇനി കൂടുതൽ തെളിവ് വേണമെങ്കിൽ സാക്ഷാൽ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ഗുരുവായ മഹാപുരുഷൻ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ സമാധിക്ക് ശേഷം അദ്ദേഹത്തെ പൂജിച്ചുകൊണ്ട് ഒരു ശ്ലോകം എഴുതി. ആ ശ്ലോകം ഇതാണ്: സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ. ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിനായി വന്നവനും സർവധർമ്മസ്വരൂപനുമായിരിക്കുന്ന അവതാരവരിഷ്ഠനായ രാമകൃഷ്ണായ തേ നമ. രാമകൃഷ്ണ, അവിടുത്തേക്ക് നമസ്കാരം. സ്വന്തം ഗുരുവിനെ അവതാര വരിഷ്ഠനായി കണ്ട ആ വിവേകാനന്ദ സ്വാമികൾ കേവലം ആൾദൈവ പൂജകനായിരുന്നോ? അപ്പോൾ നിങ്ങൾ പീപ്പിൾ ചാനലുകാർ അല്ലെങ്കിൽ പീപ്പിൾ ചാനൽ കണ്ട് കൈയടിച്ച് പരദൂഷണ സുഖം അനുഭവിക്കുന്ന മലയാളികൾ രാമകൃഷ്ണ പരമഹംസരെ കേവലം ഒരു ആൾദൈവമായി കാണുമോ? അല്ലെങ്കിൽ അത് പറഞ്ഞ് വിവേകാനന്ദ സ്വാമികൾക്ക് വിവരമില്ല എന്ന് കരുതുമോ? അതോ ഇവിടെ ചാനലിന്റെ ചർച്ചയ്ക്ക് വരുന്ന സന്ദീപാനന്ദഗിരിക്ക് വിവേകാനന്ദ സ്വാമികളെക്കാൾ ഏതെങ്കിലും ഒരു ഗുണം അധികം ഉണ്ടായിട്ടാണോ നിങ്ങൾ ഇതെല്ലാം കേട്ട് കൈയടിക്കുന്നത്? വിവേകാനന്ദ സ്വാമികള് ഡെട്രോയിറ്റിൽ 1896 ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിന്റെ വിഷയം ഭാരതത്തിലെ വനിതകൾ എന്നതായിരുന്നു. ആ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കെ ഭാരതത്തിലെ ഋഷിണിമാരായ ഘന, മൈത്രേയി തുടങ്ങിയിരിക്കുന്ന ഋഷിണിമാരെ പറ്റി വാനോളം പുകഴ്ത്തി സംസാരിക്കവേ വിവേകാനന്ദ സ്വാമികൾ പെട്ടെന്ന് നിർത്തുകയാണ്. പ്രസംഗം നിർത്തിയിട്ട് വിദൂരതയിലേക്ക് നോക്കി അല്പസമയം ധ്യാന നിമഗ്നനായ അദ്ദേഹം നിന്നു. എന്നിട്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, What I see is a prophetic vision of the awakening of the Divine Mother in the coming century. An Indian woman speaking Indian languages will inundate the entire world with Indian spirituality. Europe we shall conquer. America we shall conquer. സ്വാമിജി പറഞ്ഞു, ഞാൻ കാണുന്നത് പ്രവചനാത്മകമായ ഒരു കാഴ്ചയാണ്. വരും നൂറ്റാണ്ടിൽ ജഗൻ മാതാവിന്റെ ഉദയമുണ്ടാവും. ഒരു ഭാരതീയ സ്ത്രീ ഭാരതീയ ഭാഷ സംസാരിച്ചുകൊണ്ട്, ഭാരതീയ വേഷം ധരിച്ചുകൊണ്ട് ലോകമെമ്പാടും ഭാരതത്തിന്റെ ആധ്യാത്മികതയിൽ ആറാടിക്കും. യൂറോപ്പ് നമ്മൾ കീഴടക്കും, അമേരിക്ക നമ്മൾ കീഴടക്കും എന്ന് സ്വാമി വിവേകാനന്ദൻ അന്ന് 1896 അമ്മ ജനിക്കുന്നതിന് മുമ്പേ ഇതേപ്പറ്റി പ്രവചനം ചെയ്തിട്ടുണ്ട്. സന്ദീപാനന്ദഗിരി പെണ്ണുങ്ങളോട് ഭോഗിച്ച് സമയം കിട്ടുകയാണെങ്കിൽ ഇത്തരം പുസ്തകങ്ങളോട് വായിച്ച് അതെല്ലാം പഠിച്ച് നന്നാവാൻ ശ്രമിക്കണമെന്ന് മാത്രം താക്കീത് ചെയ്യുകയാണ്. ഇല്ല, ഈ താക്കീത് താങ്കൾ കേൾക്കുന്നില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ അനേകം യുവതികൾ താങ്കൾക്കെതിരായി സമർപ്പിച്ചിട്ടുള്ള പരാതികൾ കേരളീയ സമൂഹത്തിന് മുമ്പിൽ വലിച്ചിഴക്കപ്പെടും. താങ്കളുടെ ഈ കപട വ്യക്തിത്വമുണ്ടല്ലോ, ഈ കപട സന്യാസി വേഷം നമ്മുടെ ജനങ്ങൾക്ക് മുമ്പിൽ പിച്ച് ചീന്തപ്പെടും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പോഴും ഈ പറയുന്നതെല്ലാം ഭക്തന്മാരുടെ വികാരമാണ്. അമ്മയെ സംബന്ധിച്ച് യാതൊരു ചലനവും ഉണ്ടായിട്ടില്ല. അമ്മ ഇപ്പോഴും ഭക്തന്മാരുടെ സന്തോഷത്തിൽ പങ്കെടുത്തുകൊണ്ടും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടും അവർക്ക് ചെയ്യാവുന്നത് സ്വന്തം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ചെയ്തുകൊണ്ട് അവരുടെ എല്ലാം തണലായി വർത്തിച്ചുകൊണ്ട് എല്ലാവരുടെയും പ്രശ്നങ്ങൾ സ്വന്തം ചെവിയിൽ കേട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. ഒരല്പം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ അബദ്ധം ബ്രിട്ടാസിന് പറ്റുകയില്ലായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ ആശ്രമത്തിലേക്കൊരു ആളെ പറഞ്ഞു വിട്ടു, മീഡിയ വൺ ടെലിവിഷൻ ചാനലുകാരെ. പറഞ്ഞു വിട്ട ആൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് മീഡിയ വൺ പോലെ ദേശവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിന് വേണ്ടി പ്രവർത്തിച്ചതെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അത് വേറെ കാര്യം. എങ്കിലും ആ പയ്യൻ അമ്മയുടെ അടുത്ത് വന്ന് ചോദിച്ച ചോദ്യങ്ങൾ അവൻ ഒളി ക്യാമറയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് മീഡിയ വൺ ഇന്റർനെറ്റിൽ ഇട്ടിട്ടുണ്ട്. അത് ഓരോ ഭക്തനും കാണണം. കാരണം അതിൽ വിശദമായി ഓരോ ചോദ്യത്തിന് ഉരുളയ്ക്ക് ഉപ്പേരി എന്ന പോലെ അമ്മ മറുപടി പറഞ്ഞിട്ടുണ്ട്. അമ്മയോട് ചോദിച്ചു കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി. അമ്മ പറഞ്ഞു, മോനെ, കമ്മ്യൂണിസ്റ്റുകാർ ത്യാഗികളാണ്. ത്യാഗത്തിൽ നിന്നാണ് കമ്മ്യൂണിസം പിറവിയെടുത്തത്. മനുഷ്യനോടുള്ള കാരുണ്യത്തിൽ നിന്നാണ് കമ്മ്യൂണിസം പിറവിയെടുത്തത്. അതുകൊണ്ട് മക്കളെ, നല്ല കമ്മ്യൂണിസ്റ്റുകാരായി തീരാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം ആ പറഞ്ഞ വ്യക്തി ആ നാട്ടിലെ ലൊക്കാലിറ്റിയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറാണ്. അമ്മ പറഞ്ഞു, മക്കളെ, കമ്മ്യൂണിസം ഉണ്ടായത് ത്യാഗത്തിൽ നിന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ത്യാഗം കാണിക്കൂ ആദ്യം, എന്നിട്ട് അമ്മയെ പഠിപ്പിക്കാൻ വരൂ എന്നമ്മ പറഞ്ഞു. ഇന്ന് ലോകത്ത് അഭിമാനപൂർവ്വം പറയട്ടെ, ഇന്ന് ലോകത്തൊരു കമ്മ്യൂണിസ്റ്റ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് വള്ളിക്കാവ് അമൃതപുരിയിലെ സാക്ഷാൽ സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയാണ്. വേറൊരു കമ്മ്യൂണിസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. കാരണം 24 മണിക്കൂറും സ്വന്തം ശരീരത്തിന് ഉറക്കമോ ഊണോ നിഷേധിച്ചുകൊണ്ട് സ്വയം ഉരുകി തീർന്നുകൊണ്ട് ഓരോരുത്തരെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു പ്രാക്ടിക്കൽ കമ്മ്യൂണിസ്റ്റ് ആണ് നമ്മുടെ അമ്മ എന്ന് പറയാൻ അനൽപമായ സന്തോഷവും അഭിമാനവും എനിക്കുണ്ട്. ഇതുപോലെ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ കാണിച്ചു തരൂ. നിങ്ങൾ ടെലിവിഷൻ ചാനലിന് മുമ്പിൽ പ്രസ്താവനകൾ ഇറക്കി വീരൻ നടിക്കും. എന്നാൽ ത്യാഗം ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടോ? സ്വയം ജീവിതത്തിൽ ത്യാഗം അനുഷ്ഠിക്കാതെ അത് പ്രസംഗിച്ച് നടക്കുന്ന നിങ്ങൾക്ക് ലജ്ജയില്ലേ?
ചാനലുകളിൽ അമ്മയെ പറ്റി പറയുന്നത് അമ്മ ലൈംഗിക ക്രീഡകൾ ഇങ്ങനെ നിരന്തരം ആസ്വദിക്കുകയാണെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, 24 മണിക്കൂറും പൊതുജനങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മഹതിയെ പറ്റിയാണ് ഈ വൃത്തികേടുകൾ വിളിച്ചു പറയുന്നത്. ഇതിനു വേണ്ടി കൂട്ടുപിടിക്കുന്നതോ ഹിന്ദു സന്യാസി എന്ന കപട വേഷത്തിൽ നടക്കുന്ന ഒരു നിരാശ കമ്മ്യൂണിസ്റ്റിനെയും സന്ദീപാനന്ദഗിരിയെ നമ്മൾ പണ്ട് നാട്ടിൽ ചൊല്ലുണ്ട്, തൂറിയോനെ പേറിയ പേറുന്നോൻ നാറും. നാടൻ ചൊല്ലാണ്, പറയുന്നതിൽ വിഷമം തോന്നണ്ട. സന്ദീപാനന്ദഗിരി സ്വയം ഭോഗതൃഷ്ണയുടെ ചളിക്കുണ്ടിൽ ഇറങ്ങി നിൽക്കുന്ന പരമ നാറിയായിട്ടുള്ള ഒരു സന്യാസിയാണ്. സന്യാസി എന്ന പദത്തിന് പോലും അർഹതയില്ലാത്തവനാണ്. അവനാണോ 24 മണിക്കൂറും ത്യാഗവും പ്രേമവും കാരുണ്യവും ജനങ്ങളുടെ മുമ്പിൽ പ്രസംഗിച്ച് നടക്കാത്ത ജീവിച്ചു കാണിക്കുന്ന അമ്മയെ പറ്റി സദാചാര വിരുദ്ധമായ കാര്യങ്ങൾ ചാനലിലൂടെ വിളിച്ചു പറയുന്നത്? അതുകൊണ്ട് സന്ദീപാനന്ദഗിരിയുടെ ഭക്തന്മാരോ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചുകൊള്ളുക. ഉടൻ തന്നെ സ്വാമി പെടും, യാതൊരു സംശയവും കാര്യത്തിനില്ല. കാരണം ഗെയിൽ ട്രെഡ്വെൽ എന്തെല്ലാം പറഞ്ഞാലും അവർക്ക് ഒരു കാര്യത്തിൽ അവർ അടിപതറി. ബ്രിട്ടാസിനോട് ആ കാര്യത്തിൽ എനിക്ക് നന്ദിയുണ്ട്. കാരണം ബ്രിട്ടാസ് ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്നതിന് ആരെങ്കിലും ഒരാളെങ്കിലും ഒരു സാക്ഷിയായിട്ടോ തെളിവായിട്ടോ ഉണ്ടോ? ഇല്ല, ഞാൻ മാത്രം കണ്ട കാര്യമാണ്. അങ്ങനെ താൻ മാത്രം കാണുന്ന ഒരേ ഒരു കാര്യമേ ലോകത്തുള്ളൂ, അത് സ്വപ്നമാണ്. ഉറക്കത്തിൽ നല്ല സ്വപ്നം കണ്ടിട്ടുണ്ടാവും ആരൊക്കെ പീഡിപ്പിക്കുന്നതായിട്ട്. അത് ഉള്ളിലെ വികാരം തീരാത്തോണ്ടാണ്. അതിന് നമ്മളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി ഒരു കാര്യം കൂടി പറയാം. ഗെയിൽ ട്രെഡ്വെലിന്റെ ഈ വിവാദമോ അല്ലെങ്കിൽ ഇത് ആഘോഷിക്കുന്ന ആളുകളോ നാളെ ഒരിക്കൽ മാതാ അമൃതാനന്ദമയി ദേവി ഈ വിവാദത്തിൽ നിന്ന് 100% സൂര്യശോഭയോടെ തിളങ്ങി പുറത്തു വരുമ്പോ ഇതൊക്കെ പറയാൻ കൂടണം കേട്ടോ, ചാനലിലൂടെ ചർച്ച ചെയ്യാൻ കൂടണം. കാരണം ഇപ്പോഴും ഇറങ്ങിയിരിക്കുന്ന ഈ വിവാദത്തിന് മുഖ്യ കാരണം അമ്മ മക്കൾ ബന്ധം തകർന്നു. അമ്മയോട് ഇനി വരാനിരിക്കുന്ന ഭക്തന്മാർക്ക് പോലും ലജ്ജ തോന്നണം. അയ്യേ, ഇങ്ങനെയൊക്കെ ആരോപണം പറഞ്ഞാൽ ഇനി ഞാനവിടെ പോയ എന്നെ പറ്റി ഇങ്ങനെ ധരിക്കുമെന്ന് ഓരോരുത്തരെയും കൊണ്ട് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പണം കൊടുത്തിട്ട് ഈ വാർത്ത ഇട്ടിരിക്കുന്നത്. എൻ്റെ ചോദ്യം, ഓരോ ദിവസവും ഈ ഭക്ത സാമ്രാജ്യം വളർന്നുകൊണ്ടിരിക്കുക നിങ്ങൾ കാണുന്നില്ലേ? കണ്ണു തുറന്ന് കാണണം. കാരണം അമേരിക്കയിൽ 4 മാസം മുമ്പ് ഇറങ്ങിയ പുസ്തകം അമേരിക്കക്കാരൻ ചവറ്റുകൊട്ടയിൽ വലിച്ചെറിഞ്ഞതാണ്. ഏത് വിവാദവും മറ്റുള്ളവന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഒരേ ഒരു നാടേ ഭൂമിയിലുള്ളൂ, അത് കേരളമാണ്. ഇവിടെ ഏത് വൃത്തികേടും പറയാം. കിടപ്പറ ദൃശ്യങ്ങൾ വരെ വാർത്താ ചാനലുകളിൽ കാണിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടൊരു തലമുറ ഇവിടെ വളരുന്നുണ്ട്. നാളെ തിരിച്ച് നിങ്ങളോട് ഇവർ ഈ മ്ലേച്ഛത്വം തുടർന്നാൽ അതിനെല്ലാം ഉത്തരവാദികൾ സാംസ്കാരിക കേരളത്തിന്റെ പ്രതിനിധികൾ എന്നറിയപ്പെടുന്ന ടെലിവിഷൻ ചാനലുകൾ മാത്രമായിരിക്കും. വളരെ ശ്രദ്ധിച്ചോളണം. നിങ്ങൾ ഓരോന്ന് പറയുമ്പോഴും നിങ്ങൾ ഉത്തരവാദികളായിരിക്കണം. അമ്മയെ സംബന്ധിച്ച് ഈ വിവാദങ്ങളൊന്നും ഒരു തരത്തിലും ബാധിക്കുകയില്ല. കാരണം ബ്രഹ്മസ്വരൂപിണിയായ പൂർണ്ണ പ്രജ്ഞയിൽ ഉറച്ചിരിക്കുന്ന ഒരു മഹാജ്ഞാനിയെ സംബന്ധിച്ച് ഇത്തരം വിവാദങ്ങളൊന്നും ഒരു തരത്തിലും കോട്ടം തട്ടിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ലോകത്തെ സാഹിത്യ പുരസ്കാരങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന പുരസ്കാരമാണ് പുലിറ്റ്സർ പ്രൈസ്. ആ പുലിറ്റ്സർ പ്രൈസ് നേടിയ ജോസഫ് ലെവ്ലാൻഡ് എന്ന എഴുത്തുകാരൻ ന്യൂയോർക്ക് ടൈംസ് എന്ന വിശ്വവിഖ്യാതമായ പത്രസ്ഥാപനത്തിന്റെ എഡിറ്റർ ആയിരുന്ന ആൾ ജോസഫ് ലെവ്ലാൻഡ് എഴുതിയ പുസ്തകമുണ്ട്, ഗ്രേറ്റ് സോൾ മഹാത്മാഗാന്ധി ആൻഡ് ദ സ്ട്രഗിൾ. മഹാത്മാഗാന്ധിയെ പറ്റി എഴുതിയതാ. നമ്മൾ മഹാത്മാഗാന്ധിയുടെ പ്രതിമയുടെ അരികിലാണ് കൂടിയിരിക്കുന്നത്. ഈ മഹാത്മാഗാന്ധിയെ പറ്റി ജോസഫ് ലെവ്ലാൻഡ്, ഈ ഗെയിൽ ട്രെഡ്വെലിനെ പോലെ ഒരു വികാരജീവിയല്ല ജോസഫ് ലെവ്ലാൻഡ്. ലോകം അറിയപ്പെടുന്ന സാഹിത്യകാരനാണ്, പുലിറ്റ്സർ സമ്മാന ജേതാവാണ്. ന്യൂയോർക്ക് ടൈംസിന്റെ എഡിറ്റർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം എഴുതിയ ഗാന്ധിയെ പറ്റിയുള്ള പുസ്തകത്തിൽ ഗാന്ധിജി സ്വന്തം കൈപ്പട കൊണ്ട് എഴുതിയ 3 കത്തുകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു. ആ കത്തുകളിൽ ഗാന്ധിജി എഴുതിയിരിക്കുന്നു, സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു ബോഡി ബിൽഡറുമായിട്ട്, ഒരു ശരീര സൗന്ദര്യ മത്സരക്കാരനുമായിട്ട് ഗാന്ധിജിക്ക് പ്രണയമുണ്ടായിരുന്നു. ഗാന്ധിജി ഒരു സ്വർഗരതിക്കാരനായിരുന്നുവെന്ന് അതിവിദഗ്ധമായിട്ട് ജോസഫ് ലെവ്ലാൻഡ് ആ പുസ്തകത്തിൽ സമർത്ഥിച്ചിരിക്കുന്നു. എൻ്റെ ചോദ്യം, ബ്രിട്ടാസെ, നിങ്ങൾ ജോസഫ് ലെവ്ലാൻഡിനെ എന്നാണ് കാണാൻ പോകുന്നത്? അയാളും ന്യൂയോർക്കിലുണ്ട്. അദ്ദേഹത്തിനെ ഒന്ന് പോയി കണ്ടിട്ട് ഗാന്ധിജിയുടെ പിതൃത്വം തകർന്നൊന്ന് പരിശോധിച്ച് തിരിച്ചു വാ. അന്ന് കാണാം നിങ്ങൾ ജയിലിലാണോ പുറത്താണോ എന്നുള്ളത്. കാരണം രാഷ്ട്രീയ അധികാരമുള്ളതുകൊണ്ട് കളിക്കാൻ നിങ്ങൾക്ക് പേടിയാണ്. ജോൺ ബ്രിട്ടാസൻ 2 പേടിയുണ്ട് കേട്ടോ. ഗെയിൽ ട്രെഡ്വെലിനെ അമ്മ നന്നായി മലയാളം പഠിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്റർവ്യൂ നടന്നത്. അവർ ഇംഗ്ലീഷുകാരിയായിരുന്നെങ്കിൽ 10 സെന്റൻസ് പറയുമ്പോൾ 8 ഗ്രാമർ മിസ്റ്റേക്ക് വരുത്തുന്ന ബ്രിട്ടാസ് അവിടെ പോവില്ലായിരുന്നു. അതും പറയാം. നിങ്ങൾ TV ചാനലിൽ ഇന്റർവ്യൂ കണ്ടാൽ അറിയാലോ എത്രത്തോളം ഗ്രാമർ അദ്ദേഹത്തിന് അറിയാമെന്നുള്ളത്. ആ മദാമയെ നല്ലോണം മലയാളം പഠിപ്പിച്ച അമ്മ ഉള്ളത് കൊണ്ട് അതിനും ബ്രിട്ടാസ് അമ്മയോട് നന്ദി പറയണം. കാരണം എല്ലാവരും നിങ്ങൾ ഇന്റർവ്യൂ കുളമായേനെ. ബ്രിട്ടാസ് ചോദിക്കും അരി എത്ര, മദാമ പറയും പയർ 5 അപ്പൊ ബ്രിട്ടാസ് കേൾക്കോ ചെറുപയർ 10 കിലോ അല്ലേ എന്ന്.
അങ്ങനെയാണല്ലോ. ജോസഫ് ലെവ്ലാൻഡിനെ ബ്രിട്ടാസോ അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകരോ ഗാന്ധിജിയുടെ പിതൃത്വം തകർക്കുന്ന രീതിയിൽ രാഷ്ട്രപിതാവ് എന്ന സ്ഥാനത്ത് നിന്ന് ഗാന്ധിജിയെ അപമാനിക്കുന്ന തരത്തിൽ എഴുതിയ പുസ്തകത്തിൽ, തെളിവ് സഹിതം എഴുതിയ പുസ്തകത്തെ പറ്റി ഇവിടെ ഒരു ചാനലും ചർച്ച നടത്തിയിട്ടില്ല. അപ്പോഴൊന്നും ഗാന്ധിജിയുടെ രാഷ്ട്രപിതൃത്വം തകർന്നു വീഴുന്നതായിട്ട് ചാനലിൽ കാണിച്ചില്ലല്ലോ. ഇപ്പൊ അമ്മയുടെ മാതൃത്വം തകർന്നു വീഴുന്നതിനെ പറ്റി വിലപിക്കുന്നുണ്ടല്ലോ ചിലര്. ജോസഫ് ലെവ്ലാൻഡ് എഴുതിയ പുസ്തകത്തിൽ ഗാന്ധിജിയെ പറ്റി 3 കത്തുകൾ കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകം നിങ്ങൾക്ക് ഇന്റർനെറ്റ് കിട്ടും. ആ കത്തുകളിൽ ഗാന്ധിജി അദ്ദേഹത്തിന്റെ കാമുകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൗത്ത് ആഫ്രിക്കയിലെ ആളെ പറ്റി എഴുതിയതായിട്ട് ജോസഫ് ലെവ്ലാൻഡ് ആരോപിച്ചിരിക്കുകയാണ്. ഇത് ആരോപണം മാത്രമാണ്. ഗെയിൽ ട്രെഡ്വെൽ ഉദ്ദേശിച്ച പോലെ ഒരു ആരോപണം മാത്രമാണത്. പക്ഷെ ആ ആരോപണം ഏറ്റുപിടിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് തയ്യാറില്ല. കാരണം 2 ആണ്. ഒന്ന്, ഗാന്ധിജിയെ പോലെ രാഷ്ട്രം ആദരിക്കുന്ന ഒരു ബിംബത്തെ അവഹേളിച്ചാൽ ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കോപത്തിന് പാത്രമാവും, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ശിക്ഷയും ലഭിക്കും എന്ന പേടിയുണ്ട്. രണ്ടാമത്തേത്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ്. കാരണം ജോസഫ് ലെവ്ലാൻഡിനെ ഇപ്പോൾ ഇന്റർവ്യൂ ചെയ്യേണ്ടേ വളരെ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം പുലിറ്റ്സർ പ്രൈസ് നേടിയ ആളാണ്. ബ്രിട്ടാസിന് അറിയാഞ്ഞിട്ടല്ല, ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടാണ്. അവിടെ പോയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുക. നിങ്ങൾ ആ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് രാഷ്ട്രത്തിന്റെ പിതാവായ ഗാന്ധിജിക്ക് രാഷ്ട്രപിതൃത്വമില്ലെന്ന് സമർത്ഥിക്കാൻ സാധിക്കുമോ, ചർച്ച ചെയ്യാൻ സാധിക്കുമോ? അന്ന് സന്ദീപ് ചൈതന്യെ വിളിച്ചുകൊണ്ടുവരുമോ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട്? ഇപ്പൊ അമ്മയെ പറ്റി ഏതോ ഒരു സ്ത്രീ ഒരു പുസ്തകം എഴുതിയതിന്റെ പേരിലാണ് ഇത്ര മോശമായിട്ട് നിങ്ങൾ പറയുന്നത്. ഗാന്ധിജിയെ പറ്റി ഇതുപോലെ ഗാന്ധിജിയുടെ പിതൃത്വം ചോദിച്ചിരുന്ന രീതിയിൽ അനേകം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയെ പറ്റി എഴുതിയിട്ടുണ്ട്, നെഹ്റുവിനെ പറ്റി എഴുതിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഒന്നും ചർച്ച നടക്കുന്നില്ലല്ലോ. അപ്പൊ ഇത് വ്യക്തമായി ഹൈന്ദവ വിരുദ്ധമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വ്യക്തമായി നാം ഭക്തന്മാർ ധരിക്കേണ്ട വസ്തുത, ഈ വിവാദങ്ങളിൽ ഒന്നും മനം വേദനിക്കാതെ മനസ്സ് ശക്തിയായി അമ്മയുടെ പാദങ്ങളിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് സേവന പ്രവർത്തനങ്ങൾ മുഴുകുക. ഈ ടെലിവിഷൻ ചാനലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചവരെല്ലാം ഇതിന് 100 ഇരട്ടി മാപ്പ് പറയേണ്ടി വരും. ആ സാഹചര്യം ഉടൻ തന്നെ ഉണ്ടാവും എന്ന് നമുക്കെല്ലാം ഉടനെ തന്നെ പ്രത്യാശിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധികം വികാരം ആളിക്കെത്തിക്കാത്ത നിങ്ങളുടെ വിചാരം ആളിക്കെത്തിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിചാരം ആളിക്കത്തണം. സന്ദീപാനന്ദഗിരിയെ പോലുള്ള കപട സന്യാസിമാരെ വളരെ സൂക്ഷിച്ചിരിക്കണം. അതുപോലെ ചാനലുകളിൽ ചർച്ച നടത്തുന്ന ആളുകളുടെ സൂക്ഷ്മ താല്പര്യങ്ങളെ നാം കരുതിയിരിക്കണം. അമ്മയെപ്പോലെയുള്ള മഹാപുരുഷനെ, മഹാത്മാവിനെ കൂടുതൽ സമാശ്രയിച്ച് ചിത്തശുദ്ധിയിലേക്ക് ഉയരാൻ വേണ്ടി ഓരോരുത്തരോടും ആഹ്വാനം ചെയ്തുകൊണ്ട് വിചാരപരമായും ബുദ്ധിപരമായും നീങ്ങാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടും വരും കാലത്തെ ഗവൺമെന്റിന് വേണ്ടി തയ്യാറായിരിക്കാൻ വേണ്ടിയിട്ടും, എന്ന് പറഞ്ഞാൽ വോട്ട് വിനിയോഗിക്കുമ്പോൾ വോട്ട് ചെയ്ത് നാം ജയിപ്പിക്കുന്നവൻ നമുക്ക് തന്നെ ചായുന്ന മരമായി തീരാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ ജീവിക്കാൻ വേണ്ടി ഉപനിഷത്തിൽ പറയുന്ന പോലെ തസ്മാത് ജാഗ്രത ജാഗ്രത എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെല്ലാം അമ്മയുടെ പാതാരബന്ധങ്ങൾ സമർപ്പിക്കുന്നു. ഓം അമൃതേശ്വരിയേ നമഃ.